എല്ലാവരെയും നമ്മുടെ സത്സംഗത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് നമ്മുടെ കൂടെ ഇന്ന് സത്സംഗത്തില് ഒരു വളരെ വിശിഷ്ടമായിട്ടുള്ളൊരു അതിഥി എന്ന് എനിക്ക് വിളിക്കാൻ എപ്പോഴും മടിയാണ്. കാര്യം അദ്ദേഹം നമ്മുടെ ഒരു കുടുംബാംഗമായിട്ട് തന്നെയാണ് ഞാൻ അദ്ദേഹത്തെ കൺസിഡർ ചെയ്യുന്നത്. നമ്മുടെ ഒപ്പം ഉള്ള നമ്മുടെ നാട്ടുകാരൻ തന്നെയാണ്. അപ്പൊ അദ്ദേഹത്തിനെ അറിയാത്ത ആളുകൾക്ക് ഒരു ഇൻട്രൊഡക്ഷൻ, ഒരു ഔപചാരികതയുടെ പേരിൽ മാത്രം ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. അദ്ദേഹം ISROയിൽ വർക്ക് ചെയ്തിരുന്ന ഫോമർ സയന്റിസ്റ്റ് ആണ്, സ്പേസ് സയന്റിസ്റ്റ് ആണ്. ഒരു എഡ്യൂക്കേഷണലിസ്റ്റ് അല്ലെങ്കിൽ ഒരു വിദ്യാഭ്യാസ വിചക്ഷണൻ എന്നുള്ള നിലയിൽ ഒരു ആധ്യാത്മിക പാന്താവിൽ നടക്കുന്ന സാധകൻ എന്ന് ഞാൻ സാറിനെ വിളിക്കാൻ അല്ലെങ്കിൽ സാറിനെ കൺസിഡർ ചെയ്യാൻ ഞാൻ ചിന്തിക്കുന്നു. സാധകനാണ് അദ്ദേഹം. ഒരു ആധ്യാത്മിക പാന്താവിൽ ആളുകളെ നയിക്കാൻ, പ്രേരണ കൊടുക്കാൻ സാധിക്കുന്ന ഒരു വ്യക്തിത്വമാണ്. മോട്ടിവേഷണൽ സ്പീക്കറാണ്. പിന്നെ കൂടാതെ അദ്ദേഹം ഒരു റൈറ്റർ കൂടിയാണ്. പിന്നെ അദ്ദേഹത്തിന്റെ ജീവിതം ഞങ്ങൾ പലപ്പോഴും എന്നെ പോലുള്ള ആളുകൾ സോഷ്യൽ മീഡിയയിലെ കൂടിയൊക്കെ നോക്കുന്ന സമയത്ത് നിരന്തരമായിട്ട് കർമ്മപാന്താവിൽ എപ്പോഴും കർമ്മനിരതനായിക്കൊണ്ട് ഉത്സാഹപൂർവ്വം നേരിട്ട് ഞാൻ ഒരിക്കലേ കണ്ടിട്ടുള്ളൂ സാറിനെ നേരിട്ടിട്ട്. അത് തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് സാർ ഒന്ന് പാസ് ചെയ്യുന്നത് മാത്രമേ കണ്ടുള്ളൂ. അത്രമാത്രം സ്പീഡാണ് സാറിനെ എനിക്ക് പിന്നെ ലൊക്കേറ്റ് ചെയ്യാൻ പറ്റിയില്ല. പക്ഷെ അത്രമാത്രം കർമ്മത്തിൽ നിരതനായിക്കൊണ്ട് സമൂഹത്തിന് വേണ്ടി അത്രമാത്രം സേവനം ചെയ്യുന്ന ഒരു വ്യക്തിത്വങ്ങളുള്ള ഒരാളാണ്. നമ്മൾ വളരെ ഭാഗ്യവാന്മാരാണ് നമുക്ക് ഇങ്ങനൊരു ചടങ്ങിൽ സാറിനെ കിട്ടിയത്. അപ്പോ സാറിനെ ഞാൻ ആദരപൂർവ്വം നമ്മുടെ സത്സംഗത്തിലേക്ക് ക്ഷണിക്കുകയാണ്. സാർ കേൾക്കാം സാർ? നമസ്കാരം. നമസ്കാരം സാർ. നമസ്കാരം അനീഷ്. നമസ്കാരം. വളരെ അവിചാരിതമായിട്ടാണ് ഒരു പ്രാവശ്യം അനീഷ് എന്നെ വിളിച്ചത്. വിളിച്ച സമയത്തും ഞാൻ ബേളൂർ മഠത്തിനടുത്താണ്, അല്ലേ? കൽക്കട്ടയിലുള്ളപ്പോഴല്ലേ വിളിച്ചത്? അതെ സാർ, അതെ, കൽക്കട്ടയിലുള്ളപ്പോഴാണ്. നമ്മുടെ തീരുമാനത്തിലല്ല എന്നുള്ള ഒരു കാര്യങ്ങളായിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം സാറിനെ ഞാൻ സത്സംഗത്തിലേക്ക് വിളിച്ചത്. അപ്പൊ സാറിന് എന്തൊരു അസൗകര്യം പറഞ്ഞു. പക്ഷെ ഒരു വലിയൊരു അത്ഭുതമായിട്ട് ഞങ്ങൾക്ക് തോന്നിയത്, അന്ന് ശാരദാ ജയന്തി ആയിരുന്നു, 22-ാം തീയതി, ഡിസംബർ 22. പക്ഷെ അന്ന് ഞങ്ങളുടെ കൂടെ വന്നത് ഡോക്ടർ ലക്ഷ്മികുമാരി അമ്മയായിരുന്നു. എന്റെ അമ്മ. വലിയൊരു അതെ, അത് വലിയൊരു നമുക്കൊരു ഭാഗ്യമായിട്ട് നമുക്ക് തോന്നി. കാര്യം അമ്മ അന്ന് ശാരദാമഠത്തിൽ പോകാൻ സാധിക്കാത്ത ഒരവസ്ഥയിലായിരുന്നു. പക്ഷെ അത് അമ്മ അന്ന് പറഞ്ഞപ്പോ നമുക്കും വളരെ എൻലൈറ്റനിങ് ആയിട്ട് തോന്നി. ഇത് എനിക്കൊന്ന് വിവേകാനന്ദ കേന്ദ്രയെന്നും ജോയിൻ ചെയ്തിട്ടുണ്ട്. അറിയില്ല എന്തായാലും ആരാണ്, അമ്മയാണോ അറിയില്ല. എന്തായാലും സാർ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സാർ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാം സാറിന്. ആരോ കയറാൻ ശ്രമിക്കുന്നുണ്ടെന്ന് വിളിച്ചു. ഒന്ന് എൻട്രിയോ? അവരാരും ഉണ്ട് കയറാൻ? പക്ഷെ ഇവിടെ വരുന്ന ആൾക്കാരൊക്കെ ഞാൻ എൻട്രി ചെയ്തിട്ടുണ്ട്. ഞാൻ കാണുന്നത് ചെയ്യാം. അതെയാ, ആയിക്കോട്ടെ, ശരി. അനീഷ് സാറ് വിളിച്ചോണ്ടിരിക്കുന്നുണ്ട്. സത്സംഗാണ്, ഭാരതീയമാണ് എന്നൊക്കെ പറയുന്നുണ്ട്. നമ്മളിപ്പോഴും ബ്രിട്ടീഷിന്റെ കയ്യിൽ നിന്ന് പുറത്തു പോയിട്ടില്ല എന്നാണ്. തീർച്ചയായും സാർ, ഞാൻ നിൽക്കുന്നത് വസ്ത്രങ്ങളും എല്ലാത്തിൽ നിന്നും നമ്മളങ്ങനെ മോചനം നേടിയിട്ടില്ല. അറ്റ്ലീസ്റ്റ് സാറ് വിളിയെങ്കിലും ഒഴിവാക്കിയാല് കുറച്ചൊരു ഭാരതീയത തോന്നുമെന്ന് എനിക്ക് തോന്നാറുണ്ട്. ഞാൻ ശഠിക്കാറുള്ള ഒരു കാര്യമാണ്. കാരണം അതെ, പിന്നെയും സാറാണ്. ഞാൻ അടുത്ത കാലത്ത് ശ്രീലങ്കയിൽ ഉണ്ടായിരുന്ന സമയത്ത് ഞാൻ അവരോട് സാറെന്ന് വിളിക്കരുതെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു, നിങ്ങളുടെ ഭാഷയിൽ, സിൻഹള ഭാഷയിൽ എന്താണ് സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് പറയാറുള്ളത്? അപ്പൊ അവർ പറഞ്ഞത് മഹാത്മാ എന്നാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഭാരതത്തിൽ ഒരു മഹാത്മേ ഉള്ളൂ, ശ്രീലങ്കയിൽ എല്ലാവരും മഹാത്മാക്കളാണല്ലോ. അപ്പോ എത്ര നല്ല വാക്കുകളാണ് ഭാരതീയമായിട്ട് സംസ്കൃതത്തിൽ നമുക്കുള്ളത്. അപ്പൊ അത് കേട്ടപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു അവരോട്, സിൻഹള ഭാഷയും സംസ്കൃതവും വളരെ അടുത്തടുത്തുള്ള ഭാഷകളാണ്. അതുകൊണ്ട് ഓരോരാളുടെ പേരും കേൾക്കുമ്പോൾ തന്നെ വളരെ കൃത്യമായിട്ട് നമുക്ക് വിശകലനം ചെയ്യാൻ പറ്റുന്നതാണ്. നമ്മള് ശ്രീ രാമകൃഷ്ണ പരമഹംസർ എന്നാണ് പറയാറുള്ളത്. ഹംസം എന്ന് പറയുന്നത് തന്നെ ഏറ്റവും ലൈറ്റ് ആയിട്ടുള്ളൊരു പക്ഷിയാണ്. പരമമായ ഹംസം എന്ന് പറഞ്ഞാൽ എത്ര ലൈറ്റ് ആവാൻ പറ്റുമോ അത്രയും ലൈറ്റ് ആയിട്ടുള്ള ആളാണ്. അപ്പോൾ ഓരോ വാക്കിനും
വാക്കിനോളം തൂക്കമില്ലി ഊക്കൻ ഭൂമിക്ക് പോലുമേ എന്ന് പണ്ട് കുഞ്ഞുണ്ണി മാഷ് പാടിയിട്ടുണ്ട്. ഈ കയറിയിട്ടുള്ളവരൊക്കെ പേര് മാത്രവും ഇത് മാത്രമേ കാണുന്നുള്ളൂ. ഇതിനേക്കാളും ഭേദം റെക്കോർഡ് ചെയ്തിട്ട് അയക്കലാന്ന്. ഈ മുഖം കാണുമ്പോഴാണ് നമ്മൾ ഓരോരാളുടെയും കമ്പ്യൂട്ടറിൽ മുമ്പിലെത്തുമ്പോൾ അവരവരുടെ വീടുകളിലേക്ക് നമ്മൾ പോവുകയാണെന്ന് അറിയാം. അവരവരുടെ ഡെസ്കിന്റെ മുമ്പിലാണ് നമ്മൾ പോയി നിൽക്കുന്നത്. അപ്പോൾ കഥ കടക്കുന്നത് പോലെയാണ് മുഖം കാണിക്കാതെ നിൽക്കുന്നത്. അപ്പോൾ ഇതൊരു ശീലമായി, ഓൺലൈൻ ആയതുകൊണ്ട് ഇതൊരു ശീലമായി. പക്ഷെ പല രാജ്യങ്ങളിലും ഇതില്ല. ഇന്ത്യയിൽ മാത്രം, പ്രത്യേകിച്ചും കേരളത്തിൽ മാത്രമേ ഉള്ളൂ ഓൺലൈൻ ഉണ്ടാകുന്ന സമയത്ത് കയറും പക്ഷെ മുഖം കാണിക്കില്ല. കേരളത്തിന്റെ ആൾക്കാരൊക്കെ ഇത്രയും ഭംഗിയില്ലാത്തവരാണെന്ന് ഇപ്പോഴാണ് മനസ്സിലാവും. അപ്പൊ മുഖം കാണിക്കുക എന്നുള്ളതാണ്. അതല്ലെങ്കിൽ പിന്നെ എപ്പോഴെങ്കിലും റെക്കോർഡ് ചെയ്ത് കേട്ടാൽ പോരെ. മുഖം കാണുമ്പോഴാണ് നമുക്ക് ഒരു പ്രചോദനം കിട്ടുക. അല്ലെങ്കിൽ ഈ ചില സ്വാമിമാർക്കൊക്കെ ഇങ്ങനെ പറയാൻ പറ്റും, ക്യാമറയുടെ മുമ്പിൽ നോക്കിയിട്ട് എന്തടോ നിങ്ങൾ ശ്രദ്ധിക്കാത്ത, ആരുമില്ല മുമ്പിൽ, ക്യാമറ മാത്രമേ ഉള്ളൂ. അങ്ങനെ റെക്കോർഡ് ചെയ്തിട്ട് പ്രഭാഷണങ്ങളൊക്കെ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. അപ്പൊ പലപ്പോഴും നമ്മുടെ പേരുകളിൽ കുറേ പ്രാധാന്യമുണ്ട്. വിവേക ആനന്ദം, രണ്ട് കാര്യങ്ങളാണ് നമുക്ക് വേണ്ടത്, വിവേകവും ആനന്ദവും. സ്വാമികളുടെ പേര് തന്നെ ആലോചിച്ചാൽ വിവേകാനന്ദ സ്വാമികൾ. പക്ഷെ ചെറുപ്പത്തിലൊന്നും, പ്രത്യേകിച്ച് കണ്ണൂരിൽ, ഇപ്പം അനീഷിനൊക്കെ അറിയാവുന്നതല്ലേ, നമുക്ക് കണ്ണൂർ ഭാഗത്തൊന്നും ഇത്തരം സത്സംഗുകളോ, കാരണം ചെറുപ്പത്തിൽ 1970-കളിലാണ് എൻ്റെ സ്കൂൾ പഠനവും. ആ കാലഘട്ടത്തിലൊന്നും ഒരിക്കലും പ്രതീക്ഷിക്കാൻ പറ്റില്ല നമ്മൾ വിവേകാനന്ദ സ്വാമികളുടെ ടെക്സ്റ്റ് ബുക്കിൽ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടെന്നല്ലാതെ. ആ പഠിപ്പിക്കുന്ന മാഷന്മാർക്ക് പോലും ഇവരെ കുറിച്ചുള്ള കൺസെപ്റ്റോ, സോഷ്യൽ സയൻസ് പഠിപ്പിക്കുന്ന മാഷന്മാർക്ക് വിവേകാനന്ദ സ്വാമി ആരാണെന്ന് ചോദിച്ചാൽ ഏതോ ഒരു ക്യാരക്ടർ എന്നല്ലാതെ അതിലപ്പുറമൊന്നും അറിയില്ലല്ലോ. അപ്പൊ നമ്മള് പഠനം എന്ന് പറയുന്നത് യാത്രയും. ഇപ്പൊ ഇപ്രാവശ്യം പോയ സമയത്താണ് കൽക്കട്ടയിൽ കുറച്ചുകൂടി, കുറേ പ്രാവശ്യം പോയിട്ടുള്ള സ്ഥലമാണ് നോർത്ത് ഈസ്റ്റ്. ഏറ്റവും കൂടുതൽ ഞാൻ ട്രാവൽ ചെയ്തിട്ടുള്ള, കേരളത്തെക്കാളും കൂടുതൽ കഴിഞ്ഞ 10-20 വർഷമായിട്ട് നോർത്ത് ഈസ്റ്റിലായിരിക്കും. കൽക്കട്ട, അരുണാചൽ പ്രദേശ്, അവിടെയൊക്കെയാണ്. അരുണാചൽ പ്രദേശിലാണ് കുറേ സ്കൂൾസ് ഉള്ളത്. വിവേകാനന്ദ കേന്ദ്ര വിദ്യാലയാസ് എന്നാണ് അതിന് പേര്. അവിടുത്തെ വിവേകാനന്ദ കേന്ദ്ര വിദ്യാലയ നമ്മുടെ കന്യാകുമാരിയുടെ ട്രസ്റ്റ് മെമ്പേഴ്സ് തന്നെയാണ് അവിടെയും ഉണ്ടാവുക. പിന്നെ ലോക്കലായിട്ടൊരു ട്രസ്റ്റ് ഉണ്ടാവും. ആ ട്രസ്റ്റുകളൊക്കെ ചേർന്നിട്ട് ഗവൺമെന്റ് സ്ഥലം കൊടുക്കും, ബിൽഡിംഗ് പണിത് കൊടുക്കും. പക്ഷെ സ്കൂൾ നടത്താനുള്ള റെസ്പോൺസിബിലിറ്റി വിവേകാനന്ദ കേന്ദ്ര വിദ്യാലയത്തിനാണ്. അപ്പൊ അതിന്റെ ഭാഗമായിരുന്നു ഞാൻ കുറേ വർഷമായിട്ട്. ഇപ്പൊ സ്ഥിരമായിട്ട് യാത്ര ചെയ്യും. അരുണാചൽ പ്രദേശിലുള്ള 37 സ്കൂൾസ് ഞാൻ വിസിറ്റ് ചെയ്തിട്ടുണ്ട്. ആ സ്കൂൾസിലൊക്കെ ക്യാമ്പുകൾ നടത്തും. അതൊക്കെ കൽക്കട്ട വഴിയാണ് പോവുക. അപ്പൊ കൽക്കട്ടയുമായിട്ടുള്ള ബന്ധം, അരുണാചൽ പ്രദേശുമായിട്ടുള്ള ബന്ധം, ഇതൊക്കെ ഉണ്ടാവാൻ കാരണം നിങ്ങൾ കഴിഞ്ഞ മാസം സംസാരിച്ച ലക്ഷ്മി കുമാരി അമ്മയുടെ റെഫറൻസിലാണ് ഞാൻ പോയത്. അപ്പൊ ഞാൻ ഇരിങ്ങാലക്കുടയാണ് എൻ്റെ വൈഫിന്റെ വീട്, കൊടുങ്ങല്ലൂരാണ് തൊട്ടടുത്തുള്ള സ്ഥലം. ലക്ഷ്മി കുമാരി അമ്മയുടെ റിലേറ്റീവ്സ് എന്ന് പറയുന്നത് എൻ്റെ വൈഫിന്റെ വീട് ഇരിങ്ങാലക്കുടയുടെ ഡയഗണലി ഓപ്പോസിറ്റ് ആയിട്ടുള്ള വീടുകളിൽ വരാറുള്ളവരാണ്, അവരുടെ ബന്ധുവാണ്. എൻ്റെ വീട്ടിലും പല പ്രാവശ്യം വന്നിട്ടുണ്ട്. ഹൈദരാബാദിൽ ഇപ്പം ഞാൻ ഇരിക്കുന്ന വീട്ടിൽ ലക്ഷ്മി കുമാരി അമ്മ വന്നിട്ടുണ്ട് കഴിഞ്ഞ 1 വർഷത്തിന് മുമ്പ്. ഹൈദരാബാദിൽ ലാസ്റ്റ് വിസിറ്റിൽ എൻ്റെ അടുത്ത് വന്നിരുന്നു. ഞാനവിടെ ക്യാമ്പ് നടത്തിയിരുന്നു. അപ്പൊ വിവേകാനന്ദ മിഷനുമായിട്ടും വിവേകാനന്ദ കേന്ദ്രവുമായിട്ട് അങ്ങനെ കുറേ റിലേഷൻഷിപ്പ് ഉണ്ട്. അതിനേക്കാളും അധികം ഇതൊക്കെ പലരും റെഫർ ചെയ്തിട്ടോ അല്ലെങ്കിൽ പറഞ്ഞിട്ടോ വിളിച്ചിട്ടോ അങ്ങനെയൊക്കെ പോയിട്ടുള്ളതാണ്. ഞാൻ എൻ്റെ ഇനീഷ്യേറ്റീവ് എടുത്തിട്ടെന്ന് പറയാൻ വയ്യ. പക്ഷെ ഒരു ബാങ്കിൽ ഒരു ക്ലാസ് എടുത്ത സമയത്ത് ബാങ്കിന്റെ ഒരു റിക്വയർമെന്റ് ആയിരുന്നു ഞാൻ വിവേകാനന്ദ കേന്ദ്ര, ഇവിടെയുള്ള വിവേകാനന്ദ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഹ്യൂമൻ എക്സലൻസ്, വിവേകാനന്ദ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹ്യൂമൻ എക്സലൻസ്, VIHE, ഡോക്ടർ TPS നടിച്ചാൽ നിങ്ങൾക്ക് ആദ്യകാലത്ത് എന്ന് വെച്ചാൽ 25-24 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഇവിടെ പഠിപ്പിച്ചിട്ടുള്ള ചില റെക്കോർഡഡ് ക്ലാസ്സുകൾ ഞാൻ ഓഡിയോ മാത്രം ഇട്ടിട്ട് സ്വാമിജിയുടെ പടം ഇട്ടിട്ട് ഞാനത് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അവിടെ പഠിപ്പിക്കാറുള്ളത് പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ്, കമ്മ്യൂണിക്കേഷൻ സ്കിൽ, പവർ ഓഫ് പോസിറ്റീവ് തിങ്കിങ്, അങ്ങനെ വ്യത്യസ്തമായ ഓരോ മണിക്കൂർ ക്ലാസ്സുകളാണ്. അതാണ് എൻ്റെ കളരി. ശരിക്കും പറഞ്ഞാൽ അനീഷ് എന്നോട് പറയാൻ പറഞ്ഞിട്ടുള്ളത് എനിക്ക് എന്താ ഇൻഫ്ലുവൻസാണ് ഉള്ളതെന്നാണ്. അപ്പം ഞാൻ ഇന്ന് ആരാണെന്ന് ചോദിച്ചാൽ പ്രഭാഷകനാണ് എന്നൊക്കെ പറയുന്നുണ്ട്, സ്പിരിച്വാലിറ്റിയിലൊക്കെ മൂവ് ചെയ്യുന്ന ഒരാളാണ്. ഇതിനൊക്കെ എൻ്റെ കളരി, നമ്മൾ ഏറ്റവും കൂടുതൽ എക്സർസൈസ് പ്രാക്ടീസ് ചെയ്തിട്ടുള്ള കോർട്ട് ഏതാണെന്ന് ചോദിച്ചാൽ അത് സ്വാമി വിവേകാനന്ദ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഹ്യൂമൻ എക്സലൻസ്, രാമകൃഷ്ണ മഠം, ഹൈദരാബാദാണ്. അവിടെ രാവിലെ ഒരു 7-8 മണി മുതൽ 10 മണി വരെ ക്ലാസ് എടുക്കും.
9 മണി വരെയൊക്കെ ക്ലാസ് എടുക്കും. അത് കഴിഞ്ഞിട്ട് ഓഫീസിലേക്ക് വരിക. ഹോളിഡേ ആണെങ്കിൽ 10 മണി വരെയൊക്കെ ഉണ്ടാവും. പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ പാരൻസിൻ്റെ കൗൺസിലിംഗ് പരിപാടികൾ. ഇപ്പം ഇന്നലെ എങ്ങാണ്ട് ഞാൻ പലരും സ്പിരിച്വാലിറ്റിയിലേക്ക് ചാടണമെന്ന് ആഗ്രഹിച്ചിട്ട് സാമിയാവാൻ പോകുന്ന ഡിപ്രഷനിൽ വരുന്ന യൂത്ത് ആയിട്ടുള്ള കുറേ ആൾക്കാരെ കാണും. പഠിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ ഉടനെ സാമിയാവും. അപ്പം ഇന്നലെ ഞാൻ ആരോട് സംസാരിക്കുന്ന ചിന്താവിഷ്ടയായ ശ്യാമളയുടെ കഥയായിരുന്നു. അപ്പം അതുപോലെ പിന്നെ ഇവിടെ സ്വാമിമാരുടെ അടുത്ത് പോയിട്ട് അവർ സ്വാമിയാവണം എന്ന് പറയുന്ന സമയത്ത് അവർ പറയും ഡോക്ടർ TPS അടുത്ത് പോയിട്ട് കുറച്ച് സമയം സംസാരിക്കൂ, അത് കഴിഞ്ഞിട്ട് തീരുമാനിക്കാം. കാരണം നമുക്ക് സ്വാമിമാർ ചെയ്യുന്നത് പോലെ തന്നെ അതിനേക്കാളും കൂടുതൽ ചിലപ്പം ആ വേഷം ഇടാതെ തന്നെ ചെയ്യാൻ പറ്റും ജീവിതത്തിൽ എന്ന് അവരെ പറഞ്ഞ് ധരിപ്പിക്കുകയാണ് നമ്മുടെയൊക്കെ ഒരു റെസ്പോൺസിബിലിറ്റി ആയിട്ട് എനിക്ക് സ്വാമിജി തന്നിട്ടുള്ളത്. ആ സമയത്തൊക്കെ ഇവിടെയുള്ള സ്വാമിമാർ അങ്ങനെയൊക്കെയാണ് ചെയ്യുക. അങ്ങനെ മഠവുമായിട്ട് നല്ലപോലെ ബന്ധമുണ്ട്. എല്ലാവരെയും പിടിച്ച് സ്വാമിമാരാക്കണം എന്നല്ല. രാമകൃഷ്ണ മഠത്തിൻ്റെ ഏറ്റവും വലിയ സ്ട്രെങ്ത് എന്ന് പറയുന്നത് വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള, നിങ്ങൾ കുറേ സ്വാമിമാരെ നോക്കിയാൽ കേരളത്തിൽ കാണാം. മറ്റ് പല ആശ്രമങ്ങളിൽ നിന്നും മിഷൻസ് നിന്നും ചാടി ഓടിപ്പോയിട്ടുള്ളവരെ കാണാം. പക്ഷെ രാമകൃഷ്ണ മഠത്തിൽ നിന്ന് ആരും ചാടിപ്പോയതായിട്ടോ സ്വന്തമായിട്ട് തുടങ്ങിയതായിട്ടോ നിങ്ങൾ കാണില്ല. അപ്പോൾ ഞാൻ ഒരു സിവിൽ സർവീസ് തലപ്പത്ത് ക്യാബിനറ്റ് സെക്രട്ടേറിയറ്റിലൊക്കെ വർക്ക് ചെയ്തിട്ടുള്ളതാണ്. അഡ്മിനിസ്ട്രേറ്ററിൽ ഏറ്റവും നല്ല പൊസിഷനിൽ ഒരാൾക്ക് എത്താൻ ആഗ്രഹിക്കുന്ന ഓഫീസാണ് ക്യാബിനറ്റ് സെക്രട്ടേറിയറ്റ്. അവിടെ ഡെപ്യൂട്ടി ഡയറക്ടർ ആയിരുന്നു ഞാൻ. അപ്പം നമ്മളൊക്കെ സാധാരണ ഒരാളുടെ റെസ്പോൺസിബിലിറ്റി എത്രത്തോളം ഒരാൾക്ക് എത്തിച്ചേരാൻ സാധിക്കും എന്ന് പറഞ്ഞാൽ ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ബിൽഡിംഗ്. സ്വാമി വിവേകാനന്ദനെയൊക്കെ ഞാൻ കാണുന്നത് ആ ഒരു എബിലിറ്റി ഉള്ള ഒരാളാണ്. സാധാരണഗതിയിലുള്ള താൽക്കാലികമായിട്ടുള്ള സൊല്യൂഷൻസ് കണ്ടെത്തുന്ന ഒരു വ്യക്തിയല്ല. സ്ട്രോങ് ആയിട്ട് എത്ര വർഷങ്ങളോ കൊണ്ട് സ്വാമിജി തന്നെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ തുടങ്ങുന്ന രാമകൃഷ്ണ ആശ്രമം 1000ഓളം വർഷങ്ങൾ നിലനിൽക്കുമെന്ന്. കുറച്ച് പ്രായമായിട്ട് കുറച്ച് പ്രഭാഷണങ്ങളൊക്കെ തുടങ്ങി ആൾക്കാരൊക്കെ കണ്ട് സംസാരിക്കാനൊക്കെ തുടങ്ങിയ കാലത്ത് സ്വാമിജി തന്നെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ 40 വയസ്സ് വരെ ജീവിക്കുള്ളൂ. ഇപ്പോൾ സ്വന്തം ജീവിതത്തെക്കുറിച്ച്, അതുപോലെ തന്നെ ഭാരതത്തിൻ്റെ ഇൻഡിപെൻഡൻസ് എപ്പോഴാണ് എന്ന് പറഞ്ഞത് കൃത്യം 100 വർഷം മുമ്പ്, 100 വർഷം കഴിയുമ്പോൾ കിട്ടും എന്ന് പറയാവുന്ന തരത്തിൽ, 150 വർഷം മുമ്പ് അത് കിട്ടുമെന്ന് പറയാവുന്ന ഒരു വയസ്സ്. അപ്പോൾ എപ്പോഴാണ് എന്താണ് നടക്കുക ലോകത്ത് എന്ന് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന അത്രയും പ്രാവീണ്യമുള്ള ഒരു വലിയ അറിവിൻ്റെ ഒരു പുസ്തകം വായിക്കാൻ എത്ര സമയം നമുക്ക് വേണം? അതിൻ്റെ 100-ലൊരു അംശം മാത്രം മതി. അപ്പോൾ ഒരു പഠിതാവ് എന്നുള്ള നിലയിൽ, ഒരു അഡ്മിനിസ്ട്രേറ്റർ എന്നുള്ള നിലയിൽ, ഒരു തരത്തിൽ പറഞ്ഞാൽ സ്ട്രാറ്റജിക്ക് എന്താണ് ഭാവിയിൽ നടക്കാൻ പോകുന്ന പ്രിഡിക്റ്റീവ് അനാലിസിസ് എന്നൊക്കെ പറയുന്ന അത്തരം കാര്യങ്ങളിലൊക്കെ താല്പര്യമുള്ള ഒരാൾ എന്നുള്ള നിലയിൽ ഞാൻ വിവേകാനന്ദ സ്വാമികളെ വ്യത്യസ്തമായിട്ട് കണ്ടിട്ടുണ്ട്. പിന്നെ വേറൊരു തരത്തിൽ നമുക്ക് കാണാൻ സാധിച്ചിട്ടുള്ളതും അനുഭവിക്കാൻ സാധിച്ചിട്ടുള്ളതും ഞാൻ എഴുതിയിട്ടുള്ള ആദ്യത്തെ കവിതാ പുസ്തകം. ആ കവിതാ പുസ്തകം എഡിറ്റ് ചെയ്യാൻ കൊടുത്ത സമയത്ത് അതിൽ എഡിറ്ററായിട്ട് എനിക്ക് വർക്ക് ചെയ്ത ഹരിദ്വാറിലുള്ള രാധിക നാഗരത്ത് എന്ന് പറയുന്ന ഈ സ്ത്രീ, അവര് സ്വാമി രാംദേവിന്റെ, ഇപ്പോഴത്തെ യോഗ ആചാര്യനായ രാംദേവിന്റെ എഡിറ്ററാണ്. അവരെ വളരെ ക്ലോസ് ആയിട്ട് ഞാൻ പരിചയപ്പെട്ടിട്ടുള്ള ആളും. ഇപ്പോൾ കുംഭമേള നടക്കുകയാണ്. ആ കാലഘട്ടങ്ങളിൽ കുംഭമേള നടക്കുന്ന സമയത്ത്, 2009 കാലഘട്ടത്തിൽ കുംഭമേള നടക്കുന്ന സമയത്ത് ഞാനും രാധിക നാഗരത്തും ആണ് ഡിസ്കവറി ചാനലിന്റെ കമന്റേറ്ററായിട്ട് വർക്ക് ചെയ്തത്. അപ്പം ആ ലേഡിയുടെ, രാധിക നാഗരത്ത് എന്ന് പറയുന്ന ലേഡിയുടെ PhD തീസിസ് എന്ന് പറയുന്നത് സ്വാമി വിവേകാനന്ദ സ്വാമികളുടെ പോയറ്റിക്കൽ ആസ്പെക്ട്സ് ആണ്. എങ്ങനെയാണ് ഓരോ കൊട്ടേഷൻസും, ഇംഗ്ലീഷിൽ എഴുതിയിട്ടുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കൊട്ടേഷൻസ് ഉണ്ട്. ആ കൊട്ടേഷൻസ് എത്രത്തോളം പോയറ്റിക്കലാണ്, അതിൽ കവിത നിറഞ്ഞിരിക്കുന്ന പോയട്രി എന്നാ പറയുക. അത് വലിയ ഒരു 2010 മെയ്യിലാണ് ഞാൻ രാധിക നാഗരത്വമൊക്കെ ആയിട്ട് കുറേ അടുക്കുന്നത്. ആ സമയത്ത് മെയ്യിലാണ് കുംഭമേള. ഇപ്പോൾ ഡോക്ടർ TPS ഡിസ്കവറി കുംഭമേള നടിച്ചാൽ ഞാൻ എൻ്റെ കമന്ററി കാണാം. അപ്പോൾ ആ സമയത്ത് നമ്മൾ അടുത്ത് സംസാരിക്കുന്ന സമയത്ത്, ഇന്നൊക്കെയാണെങ്കിൽ ChatGPT ഗൂഗിളൊക്കെ അടിച്ചിട്ട് നമുക്ക് കുറേ കാര്യങ്ങളൊക്കെ പറയാൻ പറ്റും. പക്ഷെ അന്ന് കാലത്തൊക്കെ
രാധികയും ഞാനുമായിട്ടുള്ള ഡിസ്കഷൻസ് പലപ്പോഴും വന്നിട്ടുള്ളത് വിവേകാനന്ദ സ്വാമികളുടെ ക്രിസ്പ് ക്ലിയർ ക്ലാരിറ്റിയോടുകൂടി സംസാരിക്കാനുള്ള കഴിവ്, ദ ഫാബുലസ് ഇംഗ്ലീഷ്. ഓരോ വാക്കുകളും ഇഫ് വാട്ട് വി ആർ നൗ has been the result of our past actions, it certainly follows that whatever we wish to be in future can be produced by our present actions. So we have to know how to act. നമ്മുടെ പാസ്റ്റ് എങ്ങനെയാണോ നമ്മളെ നിയന്ത്രിക്കുന്നത് അതനുസരിച്ചിട്ടാണ് നമ്മുടെ മുന്നോട്ടുള്ള ഓരോ സംഭവങ്ങളും നടക്കുന്നത്. അത് ഇന്നത്തെ പ്രസന്റ് ആക്ഷനുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. എന്ത് രസകരമായ ഒരു കൊട്ടേഷൻ ആണെന്ന് ആലോചിച്ചു. ഇത് നമ്മൾ കുറേ ശ്രമിച്ചിട്ട് മാറ്റി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റാൻ നോക്കിയാൽ ഇതിനേക്കാളും നന്നായിട്ട് അത് എഴുതാൻ പറ്റില്ല. അൾട്രാ മോഡേൺ ഇപ്പൊ ChatGPT അല്ലെങ്കിൽ ജെമിനിയോ അല്ലെങ്കിൽ നിങ്ങൾ കോപ്പൈലറ്റോ എന്ത് മോഡേൺ ഉപയോഗിച്ച് നോക്കിയാലും ഈ വാക്കുകൾ ഒന്ന് എഡിറ്റ് ചെയ്ത് മാറ്റിയിട്ട് നന്നാക്കണം എന്ന് പറഞ്ഞാൽ വിവേകാനന്ദ സ്വാമികളുടെ വാക്കുകൾ ഒരിക്കലും മാറ്റാൻ പറ്റില്ല. അത്രയും സ്ട്രോങ് ആയിരുന്നു. Better be ready to live in rags with the God than to live in palaces without him. നമ്മൾ സ്ട്രീറ്റില് തെണ്ടി നടക്കുന്ന ആൾക്കാരുടെ കൂടെ ഭഗവാന്റെ കൂടെ ജീവിക്കുകയാണ് പാലസിൽ ഭഗവാൻ ഇല്ലാത്ത പാലസിൽ ജീവിക്കുന്നത് എന്ന് പറയുന്നത്. സ്വാമികളുടെ ഓരോ സമയത്തുണ്ടായിട്ടുള്ള ഡിസ്കഷൻസ്, മൈസൂർ പാലസുമായിട്ട് ഇത്രയും ബന്ധമുള്ള ഒരു സ്പിരിച്വൽ മാസ്റ്റർ ഉണ്ടായിട്ടുണ്ടാവില്ല. വിവേകാനന്ദ സ്വാമികൾക്ക് മാത്രം ഒരു ചെയർ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് മാത്രം ഇരിക്കാൻ വേണ്ടി ഒരു ചെയർ സെപ്പറേറ്റ് ആയിട്ട് പാലസിൽ വെച്ചിരുന്നു. നമ്മൾ സയൻസിലൊക്കെ ഇന്ത്യയിലെ ഏറ്റവും നല്ല സയൻസ് സെന്റർ എന്ന് പറയുന്നത് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആണ്. ആ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് തുടങ്ങിയത് ആരാണ് എന്ന് ചോദിച്ചാൽ സാധാരണ ടാറ്റ എന്നാണ് പറയുക. ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നാണ് അതിന്റെ ലോക്കൽ പേര്. പക്ഷെ ഞാൻ എല്ലാവരോടും പറയാറുള്ളത് തുടങ്ങിയത് സ്വാമി വിവേകാനന്ദനാണ്. കാരണം സ്വാമി വിവേകാനന്ദനും ടാറ്റയും കൂടെ കപ്പലിൽ യാത്ര ചെയ്യുമ്പോഴാണ് ടാറ്റയോട് സ്വാമികൾ ചോദിക്കുന്നത് എന്തിനാണ് പോകുന്നത്. അപ്പൊ മെറ്റൽ പ്രോസസ് ചെയ്യാൻ, അന്ന് സ്റ്റീൽ പ്ലാന്റിന്റെ പ്രോസസ്സിങ് ആവശ്യങ്ങൾക്കൊക്കെ എബ്രോഡിലാണ് പോവാറ്. അപ്പോൾ സ്വാമികൾ ചോദിച്ചാണ് നിങ്ങൾക്ക് എന്തേ ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങിയാൽ, സയൻസ് പഠിച്ചാൽ, അതിനാവശ്യമുള്ള പ്രോസസ്സിങ് പഠിച്ചാൽ. മെറ്റലർജി ഡിപ്പാർട്ട്മെന്റ് ആണ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസിലെ സ്ട്രോങ്ങസ്റ്റ് മെറ്റലർജി ഡിപ്പാർട്ട്മെന്റ്. അത് അന്ന് വാരണാസിയിൽ ഉണ്ടായിരുന്ന പ്രൊഫസറാണ് കൊണ്ടുവന്നത്. അദ്ദേഹത്തിന്റെ വന്ന പ്രൊഫസറുടെ മരുമകളും ഞാനും കൂടെ PhD ചെയ്ത ആൾക്കാരാണ്. അപ്പൊ നമുക്ക് ആ റിലേഷൻഷിപ്പും ബന്ധങ്ങളും ഒക്കെ നന്നായിട്ട് അറിയാം. ഈ ഒരു തോട്ട് പ്രോസസ് ആണ് എവിടെ തുടങ്ങണം ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് ചോദിച്ച സമയത്ത് സ്വാമിജിയാണ് അവിടെ പറഞ്ഞത്, ബാംഗ്ലൂരിൽ തുടങ്ങിക്കോളൂ, ഞാൻ സ്ഥലം തരാം. ഒരു സ്ഥലവും ഇല്ലാത്ത ഒരു സ്വാമിജി എന്ത് ധൈര്യത്തിലാണ് സ്വത്തൊന്നും ഇല്ലാത്ത സ്വാമിജി തരാന്ന് പറയുന്നത്. മൈസൂർ പാലസിൽ രാജാവിനോട് പറഞ്ഞാൽ സ്ഥലം കൊടുക്കുമെന്ന് ഗ്യാരണ്ടിയാണ്. അങ്ങനെ മൈസൂർ പാലസ് എന്നാണ്, രാജാവാണ് സ്വാമിയുടെ റെക്കമെൻഡേഷനോട് കൂടി ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോഷ്യൽ സയൻസ് തുടങ്ങുന്നത്. അത് തുടങ്ങുന്നത് മാത്രമല്ല, ബിൽഡിംഗ് ഒക്കെ കഴിഞ്ഞു, ഡിപ്പാർട്ട്മെന്റ് ഒക്കെ തുടങ്ങി, അതിന്റെ ഡയറക്ടറെ കണ്ടുപിടിക്കണം. അപ്പൊ ടാറ്റ തന്നെ സ്വാമിജിക്ക് എഴുതിയൊരു കത്തുണ്ട്, അങ്ങക്ക് എന്തുകൊണ്ട് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഡയറക്ടർ ആയിക്കൂടാന്ന്. സയൻസ് അല്ല പഠിച്ചത്, ഗ്രാജുവേഷൻ സോഷ്യൽ സയൻസ് ആണ് പഠിച്ചത്, ഹ്യൂമാനിറ്റീസ് ആണ് സബ്ജക്റ്റ്, സ്പിരിച്വാലിറ്റി ആണ് വിഷയം. എന്നിട്ട് ഡയറക്ടർഷിപ്പ് കൊടുത്തതോ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസിന്റെ. അപ്പൊ ആലോചിച്ച് നോക്കുക, സയന്റിഫിക് ആയിട്ടുള്ള നോളജ്. കഴിഞ്ഞ ദിവസം ഞാൻ 12th ജാനുവരി വിവേകാനന്ദ സ്വാമികളുടെ ബർത്ത് ഡൽഹിയിലെ പ്രഭാഷണത്തിൽ ഞാൻ പറയുണ്ടായി. ലോകത്തിൽ ഇന്ന് ഓട്ടോമൊബൈലിൽ ഏറ്റവും പ്രസിദ്ധമായ ഓട്ടോമൊബൈൽ ഉണ്ടാക്കുന്നത് ആരാണ്? ഈ കേൾക്കാനിരിക്കുന്ന 17-16 പേരിൽ ആർക്കെങ്കിലും ഒരാൾക്ക് പറയാം. ഏറ്റവും അൾട്രാ മോഡേൺ ഓട്ടോമൊബൈൽ. ഇപ്പൊ ഇലക്ട്രിക്കിന്റെ ഒരു കാലമാണല്ലോ. അപ്പൊ ഇലക്ട്രിക് ഓട്ടോമൊബൈൽ ഉണ്ടാക്കിയ കമ്പനി ആരാണ്? ആ കമ്പനി അല്ല, ആ ഓട്ടോമൊബൈലിന്റെ പേരെന്താണ്? ആരെങ്കിലും ഒരാൾ? ഓട്ടോമൊബൈൽ ഫോർഡല്ല, ഇപ്പോഴുള്ള ഫോർഡൊക്കെ പൊളിഞ്ഞു പോയി. ഇന്ത്യയിൽ തന്നെ അവർ തപ്പിപ്പിടിച്ചു പോയി. അമേരിക്കയിലെ സ്പേസിലും ഏറ്റവും കൂടുതൽ പ്രാതിനിധ്യമുള്ള ടെസ്ല. ആ ടെസ്ല എന്ന് പറയുന്ന ഒരാള് 1900, ഇപ്പൊ സ്വാമിജി ജനിച്ചിട്ടുള്ളത് 1863 ജനുവരി 12. വർഷങ്ങളൊക്കെ പഠിക്കാൻ വളരെ എളുപ്പമാണ്. 30ാമത്തെ വയസ്സിലാണ് ടെസ്ലയെ കാണുന്നത് എന്ന് ഓർത്താൽ മതി. അപ്പൊ
1863 കഴിഞ്ഞ് 1893 അമേരിക്കയിലെത്തിയപ്പോൾ അന്യോന്യം കണ്ട പ്രമുഖ സയന്റിസ്റ്റിൽ ഒരാൾ ടെസ്ലയാണ്. അന്ന് അയാൾ ഇത്ര പ്രസിദ്ധനായിട്ടുള്ള ടെസ്ലയോ കണ്ടുപിടുത്തങ്ങൾ നടത്തിയിട്ടുള്ള ആളോ അല്ല. പക്ഷെ സ്വാമിജിയുമായിട്ടുള്ളൊരു ഡിസ്കഷനാണ് ടെസ്ലയാക്കിയത് എന്ന് ടെസ്ല തന്നെ പറഞ്ഞിട്ടുണ്ട്. അതിന് കാരണം 3 വർഷം കഴിഞ്ഞപ്പോൾ ഇനിയും കാണണം എന്നുള്ള ആഗ്രഹത്തോടു കൂടി അവരൊരു ഡിന്നർ മീറ്റിങ്ങിൽ കൂടെ കുറേ സമയം ഇരുന്ന് സംസാരിക്കേണ്ടായി. ഇപ്പൊ രണ്ടാമതും ഒരാൾ പോയി കാണണമെങ്കിൽ എന്തെങ്കിലും ഒരു ഗുണം ഉണ്ടാവണ്ടേ. അത് ഹോസ്റ്റ് ചെയ്തത് അന്ന് ഫ്രഞ്ചിലുണ്ടായിരുന്ന വലിയൊരു നടി, രണ്ടുപേരെയും ഇൻവൈറ്റ് ചെയ്യായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞത് കലാപരമായിട്ടുള്ള, സാമൂഹ്യപരമായിട്ട്, കലാപരമായിട്ട്, കൾച്ചറലായിട്ട്, പൊയറ്റിക്കലായിട്ട്, അഡ്മിനിസ്ട്രേറ്റീവായിട്ട്, സയന്റിഫിക്കായിട്ട് ഇന്ന് നമ്മൾ കാണുന്ന ഏറ്റവും നല്ല ഓട്ടോമൊബൈലിന് പേര് എലൻ മാസ്ക് ടെസ്ല എന്നിടുന്ന സമയത്ത് അതിൽ വിവേകാനന്ദ സ്വാമികളുടെ കൈയുണ്ടെന്ന് നമ്മൾ അറിയുമ്പോഴാണ് സ്വാമിജിയുടെ ഇൻഫ്ലുവൻസ് എവിടെയൊക്കെ എത്തിയിട്ടുണ്ടെന്ന് അറിയാം. പക്ഷെ ഇതൊന്നും നമ്മുടെ ഭാരതത്തിലെ പലരും വേണ്ടതുപോലെ ഉപയോഗിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം. പല കഥകളും നമ്മൾ കേൾക്കും, അത് കഥകളായിട്ട് കണ്ടാൽ പോരാ. ഞാൻ പറയാൻ കാരണം വ്യത്യസ്തമായിട്ട് അധികം പ്രചാരത്തിൽ ഇല്ലാത്ത കുറെ കഥകൾ പറയാമെന്ന് വിചാരിച്ചിട്ടാണ്. കാരണം നമ്മൾ അറിയേണ്ട കുറെ സംഭവങ്ങളുണ്ട്, ബാക്കിയുള്ളവർ അറിയാത്തതും ബാക്കിയുള്ളവർ കേൾക്കാത്തതും ഒക്കെ ആയിട്ട്. നമ്മൾ മഹാത്മാഗാന്ധിയുടെ ട്രെയിനിലുള്ള യാത്രയെക്കുറിച്ച് കേട്ടിട്ടുണ്ട്. പക്ഷെ സ്വാമിജിയുടെ ട്രെയിനിലുള്ള യാത്രയിൽ അവിചാരിതമായിട്ട് സൈഡ് സീറ്റിൽ ഇരുന്ന സമയത്ത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള അരിസ്റ്റോക്രാറ്റിക് ആയിട്ടുള്ള ഒരു ലേഡി വന്നിട്ട് ആ സീറ്റ് എനിക്ക് വേണം, അവിടുന്ന് ഒഴിഞ്ഞു മാറാൻ പറഞ്ഞപ്പോൾ സ്വാമിജി കൃത്യമായിട്ട് ആക്ട് ചെയ്തു, സംസാരിക്കാൻ പറ്റാത്ത ഒരാളെ പോലെ. എനിക്ക് സംസാരിക്കാൻ അറിയില്ല, ഇയാൾ പറയുന്നൊന്നും കേൾക്കണില്ല എന്നുള്ള പോലെ ആക്ട് ചെയ്തു. ബാക്കിയുള്ളവരൊക്കെ ഇങ്ങനെ നോക്കുമായിരുന്നു, എന്താ സ്വാമിജി എപ്പോഴും എന്തെങ്കിലുമൊക്കെ തമാശ കാണിക്കുന്ന ഒരാളാണ് സ്വാമിജി. അപ്പോൾ കുറേ വഴക്ക് പറഞ്ഞിട്ടൊന്നും ഇതൊന്നും മനസ്സിലാവുന്നില്ല എന്നുള്ള പോലെയാണ് അഭിനയിക്കുന്നത്. ഇതൊക്കെ മനസ്സിലാവുന്നുണ്ട് എന്താ പറയണത്. അപ്പോൾ അവർ വഴക്ക് പറഞ്ഞു, നിങ്ങൾ എൻ്റെ അടുത്ത് മിസ്ബിഹേവ് ചെയ്തു, ഞാൻ പോലീസിൻ്റെ അടുത്ത് പറഞ്ഞു, കള്ളക്കേസിൽ പിടിക്കുന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഇതൊന്നും കേട്ടതായിട്ട് ഭാവിക്കുന്നില്ല, ഒരു മുഖത്തും മാറ്റമില്ല. എന്നിട്ട് അവസാനം സ്വാമിജി പറഞ്ഞു, എഴുതി തരാൻ പറഞ്ഞു ഈ പറഞ്ഞത്. അത് എഴുതി കൊടുത്തു കഴിഞ്ഞു. അത് കിട്ടിയപ്പോൾ പറഞ്ഞു, ഇനി എന്ത് വേണമെങ്കിലും പറഞ്ഞോളൂ, ഞാൻ കേസിന് പോയി കഴിഞ്ഞാൽ ഇത് പ്രൂഫ് എൻ്റെ കയ്യിലുണ്ടെന്ന്. എന്തൊരു പ്രസൻസ് ഓഫ് മൈൻഡ് ആണെന്ന് ആലോചിച്ച് നോക്കൂ. ഒരു മനുഷ്യന് ഇത്രയും നല്ല പ്രസൻസ് ഓഫ് മൈൻഡ് ഉണ്ടാവുമോ എന്ന് ചോദിച്ചാൽ നമ്മൾ ഈ കഥ പറയുന്നത് പോലെയല്ല, ഇത് അനുഭവത്തിൽ. എനിക്ക് അറിയില്ല ഈ ഇവിടെ ഇരിക്കുന്നതിൽ എത്ര പേര് വിവേകാനന്ദ സ്വാമികളുടെ ഡോക്യുമെന്ററീസ് കണ്ടിട്ടുണ്ട്. ഏറ്റവും നന്നായിട്ട് കാണേണ്ടത് ഡോക്യുമെന്ററീസ് ആണ്. ഡോക്യുമെന്ററീസ് എന്ന് പറയുന്നത് ജീവിതത്തിലെ, നമ്മളെ ഫിലിമും മൂവിയും വ്യത്യാസമുണ്ട്. നമ്മൾ സിനിമകൾ കാണും, സിനിമാ കൊട്ടകൾ, മൂവി കൊട്ടകളുണ്ട്, നമുക്ക് മൂവി തിയേറ്റേഴ്സ് ഉണ്ട്. ആ മൂവി തിയേറ്റേഴ്സ് അല്ല, ഇന്ന് നമുക്ക് ഒരാളെ കുറിച്ച് പഠിക്കാൻ വളരെ എളുപ്പം ഫിലിം കാണലാണ്. ഫിലിമും മൂവിയും വ്യത്യാസമുണ്ട്. ഫിലിം എന്ന് പറഞ്ഞാൽ ഡോക്യുമെന്റഡ് ആയിട്ടുള്ള എവിഡൻസ് വെച്ചിട്ട് എന്റർടൈൻമെന്റിനല്ലാതെ പഠനത്തിന് വേണ്ടി ചെയ്യുന്നതാണ്. ഡോക്യുമെന്ററീസ് ആർ ഫിലിംസ്. അപ്പൊ ഫിലിം ഫെസ്റ്റിവലാണ് നമ്മൾ നടത്താറുള്ളത്, മൂവി ഫെസ്റ്റിവൽ നടത്താറില്ല. എന്റർടൈൻമെന്റ് മാത്രമല്ല സിനിമയുടെ ലക്ഷ്യം. ഇപ്പൊ സ്വാമി വിവേകാനന്ദയെ കുറിച്ചുള്ള ഇഷ്ടംപോലെ ഡോക്യുമെന്ററീസ് ആയിരുന്നു എൻ്റെ ചെറുപ്പം എന്ന് പറഞ്ഞാൽ ഞാൻ ഹൈദരാബാദിലൊക്കെ എത്തി ഡിപ്പാർട്ട്മെന്റിലൊക്കെ ജോലി തുടങ്ങിയതിന് ശേഷം. അന്നൊക്കെ ഇന്റർനെറ്റ് എന്ന് പറയുന്നത് വളരെ വിരളമാണ്. പക്ഷെ കിട്ടുന്ന കുറച്ച് സമയങ്ങളൊക്കെ ഈ ക്ലാസ് എടുക്കാൻ ആവശ്യമൊക്കെ വരുന്ന സമയത്ത് പുസ്തകം മാത്രം വായിക്കല്ല, എങ്ങനെയാണ് ഓരോ വ്യക്തിയെയും ഒരു പ്രൊജക്റ്റ് ചെയ്യുന്ന സമയത്ത് സിനിമയിൽ പ്രൊജക്റ്റ് ചെയ്യുമ്പോൾ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് പ്രൊജക്റ്റ് ചെയ്യും. ഇത്രയും കഷ്ടപ്പാടുകൾ ഉണ്ടായിട്ടും, ഇത്രയും ശാരീരികമായ ബുദ്ധിമുട്ടുണ്ടായിട്ടും അവസാന കാലം പോലും ഇപ്പം സ്വാമിജി ആക്കുന്നത് പലർക്കും അതിന് പങ്കുണ്ടായിട്ടുണ്ട്. സ്വാമിജിയുടെ മിക്കവാറും പ്രോജക്റ്റുകൾ സ്പോൺസർ ചെയ്തിട്ടുള്ളതും യാത്ര സ്പോൺസർ ചെയ്തിട്ടുള്ളതും രാജസ്ഥാനിലുള്ളൊരു രാജാവായിരുന്നു. അതുപോലെ നിസാം ഇവിടെ വന്ന സമയത്ത് ആദ്യമായിട്ട് ഇവിടെ പ്രഭാഷണം നടത്തിയിട്ടുള്ള ഇവിടുന്ന്, ഞാനിപ്പോൾ താമസിക്കുന്ന ഒരു 3.5 കിലോമീറ്റർ ദൂരെയാണ് വിവേകാനന്ദ ഹാൾ എന്ന് പറഞ്ഞിട്ട് ഒരു മുസ്ലിം കമ്മ്യൂണിറ്റി നടത്തുന്ന എഞ്ചിനീയറിംഗ് കോളേജിന്റെ ഫ്രണ്ടിലുള്ളൊരു ഹാളാണ്. അവിടെയാണ് സ്വാമിജിയുടെ ഇവിടെ ഉണ്ടായിരുന്ന ആദ്യത്തെ സത്സംഗം. അത് കഴിഞ്ഞിട്ടാണ് ചിക്കാഗോയിലേക്ക് പോകുന്നതിന് തൊട്ട് മുമ്പ് ഇവിടെ. അത് കഴിഞ്ഞ സമയത്ത് തന്നെ നിസാം വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അങ്ങയുടെ കംപ്ലീറ്റ് ട്രാവൽ ഞാൻ സ്പോൺസർ ചെയ്തോളാം. അപ്പൊ പറഞ്ഞത്, എനിക്ക് ഇപ്പോഴുള്ള കാശൊക്കെ ഉണ്ട് പോകാനുള്ളത്, ആവശ്യമില്ല. അങ്ങനെ വളരെ ഒരു തരത്തിലും ആർക്കും ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റാത്ത, അല്ലെങ്കിൽ കാശ് കാണിച്ചിട്ട് വ്യാമോഹിപ്പിക്കാൻ പറ്റാത്ത, വലിയ മോഹങ്ങളൊന്നുമില്ലാതെ, പക്ഷെ അവൻ്റെ
ഒരു ബാല്യകാലങ്ങളിൽ കണ്ടെത്തിയിട്ടുള്ള വലിയ പരമഹംസര്, അവിടെയാണല്ലോ ഞാൻ തുടങ്ങിയത്, ആ പരമഹംസരാണ് ഏറ്റവും ലൈറ്റ് ആയിട്ടുള്ള മനുഷ്യൻ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു ഇടപെടലുകളിൽ നിന്ന് പലപ്പോഴും സ്വാമിജി എപ്പോഴെങ്കിലും ഒരു ദിവസം പരമഹംസരെ കാണാൻ പോയില്ലെങ്കിൽ പരമഹംസർ സ്വാമിജിയെ കാണാൻ പോകുന്നതായിരുന്നു. അപ്പോൾ ഇതൊക്കെ ജീവിതത്തിൽ വലിയ ഭാഗ്യങ്ങളാണ്. ഒരു ഗുരു ശിഷ്യനെ എങ്ങനെയൊക്കെ മാറ്റാൻ സാധിക്കും, എങ്ങനെയൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ സാധിക്കും, എന്തൊക്കെയാണ് ജീവിതത്തിൽ ഒരു ഗുരുവിന് ശിഷ്യനെ മാറ്റാൻ സാധിക്കുക, അങ്ങനെ മാറ്റാൻ പരമഹംസർക്ക് സാധിച്ചിരുന്നു എന്നുള്ളതാണ് നമുക്കൊക്കെ അറിയുന്നതാണ് കഥ. ഭഗവാനെ കണ്ടിട്ടുണ്ടോ എന്നുള്ള ചോദ്യത്തിൽ പരമഹംസർ സ്വന്തമായിട്ടും ദേവീ സങ്കല്പങ്ങളിൽ പൂർണ്ണമായിട്ടും വിശ്വസിച്ച് ദേവിയെ ഉപാസിക്കാൻ പോകുന്ന സമയത്ത് സ്വന്തം കഴുത്തിൽ മാലയിട്ടിട്ടുള്ള കഥയും ഒക്കെ ഞാൻ പറയേണ്ട കാര്യമില്ല. പക്ഷെ അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ആ കഥയല്ല പ്രാധാന്യം, കഥയിൽ നിന്ന് നമുക്കെന്ത് പൊരുൾ കിട്ടുമെന്നുള്ളത്. ഞാൻ കാളി ക്ഷേത്രത്തിൽ കഴിഞ്ഞ ഒരു മാസം അവിടെ ഉണ്ടായിരുന്നു. അപ്പം നമ്മുടെ ദേവീ സങ്കല്പം എന്ന് പറയുന്നത് ഭാരതത്തിന്റെ വലിയ സങ്കല്പമാണ്. ദശമഹാവിദ്യ എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഒരു പുസ്തകമുണ്ട്. അപ്പം നമ്മൾ ഓരോ സംഭവം പഠിക്കുമ്പോൾ രാമകൃഷ്ണൻ ദേവി സങ്കല്പങ്ങളുമായിട്ടുള്ള ബന്ധം പഠിക്കുന്നു. കേരളത്തിലെ ദേവീ സങ്കല്പങ്ങൾ, നമ്മുടെയൊക്കെ കുടുംബക്ഷേത്രങ്ങൾ ദേവീക്ഷേത്രങ്ങളാണ്. അപ്പോൾ ഉടനെ തോന്നും നമുക്ക് ഏതൊക്കെയാണ് ദേവിമാരുടെ സങ്കല്പങ്ങളുള്ളത്. അങ്ങനെ തുടർന്ന് പഠിക്കാൻ പറ്റുന്ന ടാഗുകൾ, ചെറിയ കണ്ണികൾ നമുക്ക് ഇവിടേക്ക് കിട്ടും. എൻ്റെ ഒരു ഭാഗ്യം എന്ന് പറയുന്നത്, ഞാൻ ലക്ഷ്മികുമാരി അമ്മയുടെ കൊടുങ്ങല്ലൂർ ആശ്രമത്തിൽ സംഗീതമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചികിത്സാ വിധികളെ കുറിച്ച് ക്ലാസ് എടുക്കാൻ വേണ്ടിയിട്ട് ഒരു ക്ലാസ് അറേഞ്ച് ചെയ്തിട്ട് 100-400 പേരുണ്ട്. ആ ഓഡിയൻസ് ആയിട്ട് ഒരാളായിട്ട് പോയ സമയത്താണ് അന്ന് പ്രഭാഷക വരാതിരുന്നപ്പോൾ അമ്മ എന്നെ അപ്പം തന്നെ ലക്ഷ്മികുമാരി അമ്മ ഉടനെ വിളിച്ചിട്ട് പറഞ്ഞു, ഡോക്ടർ TPS സ്റ്റേജിൽ കയറിയിട്ട് പറഞ്ഞോളാം പറഞ്ഞു. അപ്പം അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് ഞാൻ അന്ന് പ്രഭാഷണം നടത്തിയത് ദേവീ സങ്കല്പങ്ങളെ കുറിച്ചാണ്, ദശമഹാവിദ്യയെ കുറിച്ചാണ്, 10 വ്യത്യസ്തമായ ദേവീ സങ്കല്പങ്ങൾ. അപ്പം നമുക്ക് ദേവീ സങ്കല്പങ്ങൾക്ക് വളരെ പ്രാധാന്യമുള്ള സ്ഥലമാണ്. എല്ലാ സ്ഥലങ്ങളിലും ഉണ്ടെങ്കിലും നോർത്ത് ഈസ്റ്റിലും അതുപോലെ തന്നെ സൗത്ത് വെസ്റ്റ് ആയിട്ടുള്ള കേരളത്തിലും, ബംഗാളിലും കേരളവുമായിട്ട് വളരെ ബന്ധമുണ്ട്. പൊളിറ്റിക്കലിയും കൾച്ചറലിയും ഒക്കെ നമുക്ക് കുറേ ബന്ധങ്ങൾ കാണാൻ പറ്റും. അപ്പം നമ്മൾ കേരളത്തിലുള്ള നമ്മൾ കുറേ അധികം പഠിച്ചിട്ടില്ല എന്നതാണ് സത്യം. സ്വാമിജിയെക്കുറിച്ചോ, സ്വാമിജിയുടെ രാമകൃഷ്ണ മഠം ഉണ്ടായിട്ടുണ്ട്. എനിക്ക് ഓർമ്മയുണ്ട്, ഒരു പ്രാവശ്യം ഞാൻ ഇരിങ്ങാലക്കുടയുള്ള സമയത്ത് കോയമ്പത്തൂർ ഒരു ക്ലാസ് ഉണ്ടായിരുന്നു. പക്ഷെ അന്നെന്തോ ഒരു ബന്ധായ സമയത്ത് എനിക്ക് തൃശ്ശൂർ വരെ പോകാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞിട്ട് യാത്ര പറ്റിയില്ല. അപ്പോൾ ഉടനെ ഞാൻ പോയത് ശാരദ മഠത്തിലാണ്, രാമകൃഷ്ണ മഠത്തിൽ പോയിട്ട് സ്വാമിയോട് പറഞ്ഞു, ഇന്ന് ഫ്രീ ആണ്, ഇവിടെ ക്യാമ്പ് നടക്കേണ്ടത് പറഞ്ഞു, ഞാൻ ക്ലാസ് എടുക്കട്ടെ എന്ന് ചോദിച്ചു. അങ്ങനെ അങ്ങോട്ട് പോയിട്ട് പറഞ്ഞിട്ട് ക്ലാസ് എടുത്തിട്ടുള്ള സ്ഥലമാണ് രാമകൃഷ്ണ മഠം, തൃശ്ശൂരൊക്കെ. അപ്പോൾ പലപ്പോഴും നമ്മൾ കാണാറുള്ളത്, ഇപ്പോൾ ഹൈദരാബാദിലൊക്കെ വളരെ ആക്റ്റീവായിട്ട് ആക്ടിവിറ്റീസ് നടക്കുന്ന മഠങ്ങളാണ്. കേരളത്തിൽ അത്ര ആക്റ്റീവ് അല്ല എന്ന് വേണമെങ്കിൽ പറയാം. പല മഠങ്ങളും പേരുകൾക്കുണ്ട്, കുറച്ച് ബുക്സ് ഉണ്ടാവും, ഏതെങ്കിലും ഒരു സ്കൂൾ ഉണ്ടാവും, അങ്ങനെ എന്തെങ്കിലും നടത്തുന്നല്ലാതെ ഹൈദരാബാദിലൊക്കെ വളരെ കൃത്യമായിട്ട് ഓരോ ദിവസവും 100-200 കുട്ടികൾ വ്യത്യസ്തമായ ഇന്നത്തെ കാലത്ത് ആവശ്യമുള്ളത്. നമ്മൾ സ്പിരിച്വാലിറ്റി എന്ന് പറയുമ്പോൾ പഴയ കഥകളും പഴയ ഭഗവാന്മാരുടെ കഥകളും പഴയ സ്പിരിച്വാലിറ്റിയും ഭക്തിയും മാത്രമല്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ്, കമ്മ്യൂണിക്കേഷൻ സ്കില്ല്, പവർ ഓഫ് പോസിറ്റീവ് തിങ്കിങ്, അതുപോലെ തന്നെ ലീഡർഷിപ്പ് ക്വാളിറ്റീസ്, അതുപോലെ ചെറിയ കുട്ടികൾക്കുള്ള യോഗ, മെഡിറ്റേഷൻ സെന്റർ ക്ലാസ്സുകളൊക്കെ നടക്കുന്ന സമയത്ത് പാരന്റ്സിന് ആർട്ട് ഓഫ് പാരന്റിങ്, എന്നൊക്കെ ആർട്ട് ഓഫ് പാരന്റിങ്ങിൽ സ്ഥിരമായിട്ട് ക്ലാസ് എടുത്ത് വരും. അതുപോലെ പല കമ്പനിയുടെ ആൾക്കാർ, എഞ്ചിനീയറിംഗ് കോളേജുകൾ കുട്ടികളെ ഫുൾ ഇൻഡക്ഷൻ ട്രെയിനിങ് പ്രോഗ്രാം ഒക്കെ ആശ്രമത്തിലാണ്. അതിൻ്റെ കൂടെ തന്നെ ചെയ്യാറുള്ളത് 100-400 രൂപയുടെ ബുക്സ് പ്രിന്റ് ചെയ്തിട്ട് ഈ വരുന്ന പാർട്ടിസിപ്പൻസിനൊക്കെ കൊടുക്കും. ആകെ ഫീസ് എന്ന് പറയുന്നത് 400 രൂപയാണ്. ആ പുസ്തകം കൊടുക്കുന്നത് 400 രൂപയുടെ. അപ്പോൾ എന്താണ് ആശ്രമത്തിന് കിട്ടുകയെന്ന് ചോദിച്ചാൽ, ഈ അതിൽ കിട്ടുന്ന ഒരു 20% കമ്മീഷൻ. അപ്പോൾ 80 രൂപയാണ് ഒരു കുട്ടിയിൽ നിന്ന് മാക്സിമം കിട്ടുന്നുണ്ടാവും. കാരണം അത്രയും മെറ്റീരിയലുകൾ കൊടുക്കുകയാണ്. എന്നിട്ട് നമ്മളൊക്കെ ക്ലാസ് എടുക്കുന്ന സമയത്ത് അന്ന് 30 രൂപയാണ് സ്കൂട്ടറിന്റെ ചാർജാണ് നമുക്കൊക്കെ തരുക. നമ്മൾ അതിന് വേണ്ടിയിട്ടല്ല പോകുന്നത്. പലപ്പോഴും 5-10 വർഷങ്ങൾ നമുക്ക് അവിടെ ക്ലാസ് എടുക്കാൻ സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ലോകത്തിന്റെ പല ഭാഗത്തുമുള്ള ഏറ്റവും നല്ല കുട്ടികളെ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. അവരൊക്കെ അവിടെ വരുമായിരുന്നു. ഇപ്പൊ ജീവിതത്തിൽ ഓരോ ആക്ടിവിറ്റീസ് നമ്മൾ ഏറ്റെടുക്കുമ്പോഴാണ് കുറേ ആൾക്കാരെ പരിചയപ്പെടാനും ബാക്കിയുള്ളവരുമായിട്ട് ഇടപെടാനും ഒക്കെ സാധിക്കുക.
ഇപ്പോൾ ബീയിങ് സോഷ്യൽ ഈസ് സോഷ്യൽ ബീയിങ്, ബീയിങ് ഹ്യൂമൻ ഈസ് ഹ്യൂമൻ ബീയിങ് എന്നാണ് നമ്മുടെ ജീവിതത്തിൽ പലരും സാധിക്കാറുള്ളത്, അല്ലെങ്കിൽ സാധിക്കാതെ പോയിട്ടുള്ളത്. എൻ്റെ ജീവിതത്തിന്റെ നല്ല ഭാഗങ്ങൾ ഞാനൊന്നും ചെയ്യാതെ നഷ്ടപ്പെടുത്തിയല്ലോ എന്നുള്ള ദുഃഖം പലരും കാണാൻ പറ്റും. അവരെയൊക്കെ മിക്കവാറും എന്നെ വിളിക്കുന്ന പലരും ഇന്ന് വിളിച്ചിട്ടുള്ള 3-4 പേരിൽ അവരുടെയൊക്കെ ദുഃഖം ഇതായിരുന്നു: ഞാൻ ആക്റ്റീവ് ആയിരുന്നു ഒരു കാലത്ത്, ഇന്ന് ആക്റ്റീവ് അല്ല. അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിൽ എനിക്കൊന്നും ചെയ്യാൻ സാധിച്ചിട്ടില്ല, ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. ഞാൻ സാധാരണ പറയാറുള്ള സ്വാമി വിവേകാനന്ദ സ്വാമികളുടെ ജീവിതത്തിൽ നമ്മൾ പഠിക്കേണ്ടത് 39 വർഷം മാത്രം ജീവിച്ചിട്ട് 93 വയസ്സ് വരെ ജീവിക്കുന്ന റിവേഴ്സായിട്ട് എഴുതിയാൽ ആ ഒരു വ്യക്തിക്ക് ലോകത്ത് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതിൻ്റെ ഒരു 10 മടങ്ങ് എക്സ്ട്രാ ചെയ്തിട്ടാണ് സ്വാമിജി പോയിരിക്കുന്നത്. നിമിഷം ജ്വലിതം ശ്രേയം നതു ധൂമയിത്തും ചിരം. ഓരോ നിമിഷവും ജ്വലിച്ച് ജീവിക്കുകയാണ് വേണ്ടത്. നതു ധൂമയിത്തും ചിരം, ധൂമമായിട്ടല്ല വേണ്ടത് എന്നാണ്. നമ്മുടെ ഉള്ളിലൊക്കെ ഒരു തീയുണ്ട്, അറിവിന് വേണ്ടിയിട്ടുള്ള തീയുണ്ട്. മനുഷ്യന്മാർക്ക് 3 ആഗ്രഹങ്ങളാണ് പ്രധാനമായിട്ട് ഉണ്ടാവുക. ഇതും കഴിഞ്ഞിട്ട് 4മതൊരു ആഗ്രഹം ഉണ്ടാവരുത്, പക്ഷെ അതാണ് എല്ലാവർക്കും ഉള്ളത്. 1-ാമത്തെ ആഗ്രഹം അറിവ് നേടുക എന്നുള്ളതാണ്. വേദാന്തകോ ബ്രാഹ്മണ, അറിവ് നേടാനുള്ള ആഗ്രഹം നമ്മുടെ ഉത്തർപ്രദേശിൽ നല്ലപോലെ ഉണ്ടാവണം, തലയ്ക്ക് നല്ലപോലെ ഉണ്ടാവണം. പവറും പൊസിഷനും പ്രൊമോഷനും ഒക്കെ വേണം, അധികാരം വേണം എന്നുള്ളത് ക്ഷത്രിയന്മാരുടെ ഒരു ഗുണമാണ്. വേദാന്തകോ ബ്രാഹ്മണ ക്ഷത്രിയോ വിജയീ ഭവേത്, വൈശ്യോ ധനസമൃദ്ധ, ആവശ്യത്തിന് കാശുണ്ടാക്കണം. ഈ 3 ആവശ്യങ്ങളും ഏതു മനുഷ്യനും ഉണ്ടാവണം, അത് ലിമിറ്റ്ലെസ് ആവണം എന്ന് കൃത്യമായിട്ട് ലോകത്തെ പഠിപ്പിച്ചിട്ടുള്ള ഒരു സ്വാമിജി ഉണ്ടെങ്കിൽ, ധനം വേണ്ട, പദവി വേണ്ട, പൊസിഷൻ വേണ്ട, അറിവ് വേണ്ട എന്നല്ല പറഞ്ഞിരിക്കുന്നത്. നല്ലപോലെ പഠിക്കണം, നല്ലപോലെ ഫിസിക്കലി സ്ട്രോങ് ആവണം, നല്ലപോലെ അറിവുണ്ടാക്കണം, നല്ലപോലെ പവറും പൊസിഷനും ഒക്കെ ഉണ്ടാക്കണം. ഇതൊക്കെ വേണം എന്ന് നമ്മളെ പഠിപ്പിച്ചിട്ടുള്ള, മെറ്റീരിയലിസ്റ്റിക് ആവുന്നതിൽ തെറ്റില്ല എന്ന് പഠിപ്പിച്ചിട്ടുള്ള ഭാരതീയമായിട്ടുള്ളൊരു സ്വാമിജി ഉണ്ടെങ്കിൽ അത് സ്വാമി വിവേകാനന്ദൻ. അതുപോലെ പതഞ്ജലിയുടെ രാജയോഗ എന്ന് പറയുന്നത് ജീവിതത്തിന്റെ ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള യോഗ സിദ്ധാന്തങ്ങളിൽ രാജയോഗയുടെ പ്രാധാന്യം ലോകത്തോട് വിളിച്ചു പറഞ്ഞിട്ടുള്ള സ്വാമി വിവേകാനന്ദ സ്വാമി. ഇത് പലരും പല ബ്രാഞ്ചുകളായിട്ട് തുടങ്ങിയിട്ടുണ്ട്, പക്ഷെ അവർക്കൊന്നും അറിയില്ല ഇതിന്റെ ഒറിജിൻ ആരാണ്, ഇതിന്റെ മാർക്കറ്റിംഗ് ആരാ നടത്തിയത്, ലോകത്തോട് ആരാണ് പറഞ്ഞത്. ഇന്നിപ്പം യോഗ ഡേ സെലിബ്രേറ്റ് ചെയ്യുന്ന സമയത്ത് അമേരിക്ക സപ്പോർട്ട് ചെയ്തിട്ട് യുണൈറ്റഡ് നേഷൻസിൽ യോഗ ഡേ ഡിക്ലെയർ ചെയ്തു എന്ന് പറയുമ്പോൾ നമ്മൾ ഇന്നത്തെ പ്രവാചകന്മാർക്കല്ല അതിന്റെ ക്രെഡിറ്റ് കൊടുക്കേണ്ടത്. ഇതിന്റെയൊക്കെ തുടക്കം ഏത് കാലത്ത് തുടങ്ങിയിരുന്നു എന്ന് ആലോചിക്കണം. 4 മിനിറ്റ് കൊണ്ട് പ്രഭാഷണം കൊണ്ട് ലോകത്തെ ശ്രദ്ധ ഏറ്റെടുക്കാൻ സാധിച്ചിട്ടുള്ള, പിടിച്ചു പറ്റാൻ സാധിച്ചിട്ടുള്ള ഏതെങ്കിലും ഒരു വ്യക്തി ലോകത്തുണ്ടെങ്കിൽ അത് സ്വാമി വിവേകാനന്ദ സ്വാമികൾ മാത്രമേ. അപ്പൊ അതിൽ നമ്മളത് കേട്ടിട്ട് പഠിക്കല്ല വേണ്ടത്, എനിക്ക് അങ്ങനെ ആവാൻ സാധിക്കുമോ, ആ അറിവിന്റെ കുറച്ച് ഭാഗമെങ്കിലും എനിക്ക് എടുക്കാൻ സാധിക്കുമോ എന്ന് നമ്മൾ ചിന്തിക്കുമ്പോഴാണ് അതായിരുന്നു നമ്മുടെയൊക്കെ. ഇപ്പൊ ഞാനിപ്പോ ഇരിക്കുന്ന ടേബിളിന്റെ മുകളിലിരിക്കുന്ന എൻ്റെ ഡെസ്ക്ടോപ്പ് വെച്ചിട്ടുള്ള പലകയുടെ മുകളിൽ സ്വാമി വിവേകാനന്ദ സ്വാമിയുടെ പടവും കുറെ കൊട്ടേഷൻസും ആണ്. അപ്പൊ ഇത് ജീവിതത്തിന്റെ ഭാഗമാണ്, അതല്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റില്ല എന്നുള്ള അവസ്ഥയിലേക്ക് നമ്മൾ മാറിയിരിക്കുന്നു. വിവേകാനന്ദ സ്വാമികളുടെ 150ാമത്തെ ബർത്ത്ഡേയിൽ എൻ്റെ കുട്ടികളെ കൊണ്ട് ഞാൻ എഴുതിയിട്ടുള്ള ഒരു പുസ്തകമാണ് മേക്കേഴ്സ് ഓഫ് ഇന്ത്യ എന്നുള്ള പുസ്തകം. ഇന്റർനെറ്റിൽ അവൈലബിൾ ആണ്, എൻ്റെ കയ്യിൽ ഹാൻഡി ആയിട്ടില്ല. അപ്പോൾ മേക്കേഴ്സ് ഓഫ് ഇന്ത്യ എന്നുള്ളത് 150ാമത്തെ ബർത്ത്ഡേയിൽ ഞാൻ ഇവിടെ തൊട്ടടുത്തുള്ള ഒരു സബർബ് ഏരിയയിൽ കുറേ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഞാൻ റിലീസ് ചെയ്തിട്ടുള്ള ബുക്കാണ് മേക്കേഴ്സ് ഓഫ് ഇന്ത്യ. ആ മേക്കേഴ്സ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് 2013 150ാമത്തെ വർഷം. മേക്കേഴ്സ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് കുറേ കളക്ഷൻ ഓഫ് എസ്സേസ് ആണ്. 150 കുട്ടികൾ എസ്സേ എഴുതി തന്നു. അതിന്റെ കറക്ഷനും ഒക്കെ മാറ്റി അത് മാറ്റി എഴുതാൻ പറഞ്ഞ് റെസ്പോണ്ട് ചെയ്തിട്ടുള്ളവരുടെ എണ്ണം കുറഞ്ഞു വന്ന അവസാനം 66ഓളം ആർട്ടിക്കിൾസ് ആണ് അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. എൻ്റെതല്ല, കുട്ടികളുടെ. അത് പിന്നെ ഹമീർപൂർ മുതൽ താഴത്ത് കന്യാകുമാരി വരെയുള്ള ആൾക്കാർ അതിനകത്ത് എഴുതിയിട്ടുണ്ട്. അപ്പം അതിനൊക്കെ ഞാൻ എഴുതാൻ അവർക്ക് കൊടുത്തിട്ടുള്ള ഒറ്റ ഒരു ഇൻസ്ട്രക്ഷൻ, ഒരിക്കലും നെഗറ്റീവായിട്ടുള്ളൊരു സ്റ്റേറ്റ്മെന്റ് പറയരുതെന്ന്. ഇന്ത്യ നീഡ് ടു ബി ക്ലീൻഡ് എന്ന് വേണമെങ്കിൽ പറയാം, പക്ഷെ ഇന്ത്യ ഈസ് നോട്ട് ക്ലീൻ എന്ന് എഴുതരുത്. ഇന്ത്യ ഈസ് എ പുവർ കൺട്രി എന്ന് പറയരുത്. ഇന്ത്യ നീഡ്സ് ടു ബി മോർ റിച്ചർ എന്ന് പറയാം.
എല്ലാത്തിൻ്റെയും സെന്റൻസുകൾ ഹൈലി പോസിറ്റീവായിട്ട്. സ്വാമികൾ അങ്ങനെയായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ നമ്മൾ ആഘോഷിക്കുമ്പോൾ ആ തോന്നലുകളെങ്കിലും നമ്മളിൽ ഉള്ളിൽ ഉണ്ടാക്കണം എന്നുള്ളതാണ്. പോസിറ്റീവായിട്ട് മാത്രം ചിന്തിക്കാൻ സാധിക്കുന്ന ചിന്തകൾ മനുഷ്യന്റെ മനസ്സിലേക്ക് എത്തിച്ചിട്ടുള്ള ഒരു വലിയ ഔന്നത്യത്തിൽ എന്നൊക്കെ പറയുമല്ലോ നമ്മൾ, ഒരു വിഷണറി ആയിരുന്നു സ്വാമിജി എന്ന് വേണമെങ്കിൽ പറയാം. വൈ ആർ യു പുള്ളിങ് മൈ ടർബൻ? അവിടെ സ്ട്രീറ്റിൽ നടക്കുന്ന സമയത്ത് ടർബൻ പിടിച്ചു വലിച്ച ഹിപ്പിയോട് ചോദിച്ചിട്ടുള്ള കഥ, വൈ ആർ യു പുള്ളിങ് മൈ ടർബൻ എന്ന്. അതിന് ഉത്തരം പറഞ്ഞ സമയത്ത് ആ വാക്കുകൾ വൈ ആർ യു പുള്ളിങ് മൈ ടർബൻ എന്ന് പറയുന്നതിന്റെ ഇംഗ്ലീഷ് സ്ലാങ് കേട്ടപ്പോൾ ആ ഹിപ്പികൾക്ക് അത്ഭുതം തോന്നി. ഈ വേഷമിട്ടുള്ള സ്വാമി ഇങ്ങനെയൊക്കെ ഇംഗ്ലീഷ് പറയുമോ? അപ്പോഴാണ് തിരിച്ച് സ്വാമിജി പറഞ്ഞത്, ഇൻ യുവർ ലാൻഡ് ടൈലർ മേക്സ് എ ജെന്റിൽമാൻ. നല്ല ഡ്രസ് ഇട്ട ആൾ ജെന്റിൽമാൻ ആണ്. ഇൻ അവർ ലാൻഡ് കൾച്ചർ മേക്സ് എ ജെന്റിൽമാൻ. ഓരോ വാക്കുകളും പ്രസൻസ് ഓഫ് മൈൻഡ്, ബ്യൂട്ടിഫുൾ ഇംഗ്ലീഷ്, കൃത്യമായിട്ട് എവിടെ എങ്ങനെ സംസാരിക്കണമെന്നുള്ള അറിവ്. കുറേ കഥകളുണ്ട്. കഥകൾ പറഞ്ഞു തീരാത്തത്രയും കഥകൾ സ്വാമിജിയെ കുറിച്ച് നമുക്ക് പറയാൻ പറ്റും. ഈ അറിവുകൾ നമ്മൾ ഉണ്ടാക്കിയെടുക്കുമ്പോൾ, അത് കേൾക്കുമ്പോൾ നമ്മൾ അതിനെ എങ്ങനെ സ്വായത്തമാക്കും എന്നുള്ള അറിവ്. അതുകൊണ്ടാണ് ഞാൻ ദേവീ സങ്കല്പത്തെക്കുറിച്ചും ഭാരതത്തിന്റെ സങ്കല്പത്തെക്കുറിച്ചും സ്പിരിച്വാലിറ്റിയെക്കുറിച്ചും പ്രോഗ്രസീവ് ആയിട്ടുള്ള തോട്ട്സിനെ കുറിച്ചും എങ്ങനെ നമുക്ക് നമ്മുടെ ലോകത്തെ എങ്ങനെ നയിക്കണം. ഞാൻ അക്കാഡമിക്സിലാണ് ഏറ്റവും കൂടുതൽ ക്ലാസ് എടുത്തിട്ടുള്ളത്. ഞാൻ സാധാരണ പറയാം TPS എന്ന് പറഞ്ഞാൽ ടീച്ചേഴ്സ് പാരന്റ് സ്റ്റുഡൻസ് എന്നാണ്. അപ്പൊ ഈ ഗ്രൂപ്പിലാണ് ഏറ്റവും കൂടുതൽ ക്ലാസ് എടുക്കുന്നത്. അവരോടൊക്കെ ചോദിക്കാറുള്ള ചോദ്യം, ഇന്ത്യ മൈ എറ്റേണൽ ഇന്ത്യ. നിങ്ങളോടും എനിക്ക് പറയാനുള്ളതാണ്, ഇന്ത്യ മൈ എറ്റേണൽ ഇന്ത്യ. സ്വാമി വിവേകാനന്ദന്റെ പുസ്തകം വായിച്ചിട്ടില്ലെങ്കിൽ അത് വായിക്കണം. ഞാൻ എത്ര പ്രാവശ്യം വായിച്ചെന്ന് ചോദിച്ചാൽ 100-ലധികം പ്രാവശ്യം വായിച്ചിട്ടുണ്ടാവും. എന്തേ 100-ലധികം പ്രാവശ്യം വായിച്ചതെന്ന് ചോദിച്ചാൽ മനസ്സിലാക്കാൻ വളരെ ബുദ്ധിമുട്ടായിട്ടുള്ളൊരു ടെക്സ്റ്റാണ്. അതിൽ 10-13 പേജുകളുണ്ട്. ആ കുറച്ച് ഭാഗം വായിച്ചാൽ പോലും നമ്മുടെ ന്യൂ എഡ്യൂക്കേഷൻ പോളിസി അതിൻ്റെ ഒരു അയൽവക്കത്ത് പോലും എത്തില്ല. ഇന്ത്യക്ക് എന്താണ് എഡ്യൂക്കേഷൻ വേണ്ടത്? മാൻ മേക്കിംഗ് ഈസ് എഡ്യൂക്കേഷൻ എന്ന ഒറ്റ വാക്ക് മാത്രം ഞാൻ 1 മണിക്കൂർ ക്ലാസ് എടുക്കാനുള്ള സ്ലൈഡാക്കി മാറ്റിയിട്ടുണ്ടായിരുന്നു. ആദ്യകാലങ്ങളിൽ ക്ലാസ് എടുക്കുമ്പോൾ പവർ പോയിന്റ് പ്രസന്റേഷൻ ഉണ്ടാക്കുന്ന സമയത്ത് ഒറ്റ വാക്ക്. നമ്മൾ കാണുന്ന ഡാറ്റ നമ്മുടെ മുമ്പിൽ ഇപ്പം കുറേ ഓഗ്മെന്റഡ് റിയാലിറ്റിയുടെ AI ഒക്കെ ടൂളുകളുണ്ട്. അതൊക്കെ നമുക്ക് തരുന്ന ഡാറ്റ മാത്രം. അത് ഞാൻ അനലൈസ് ചെയ്യുമ്പോഴാണ് അത് ഇൻഫർമേഷൻ ആവുന്നത്. ആ ഇൻഫർമേഷനെ ഞാൻ എൻ്റേതാക്കി മാറ്റുമ്പോഴാണ് എനിക്ക് എഡ്യൂക്കേഷൻ ആവുക. ആ എഡ്യൂക്കേഷനെ, അത് സാധാരണ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് വിദ്യ എന്നാണ്. പക്ഷെ നമ്മുടെ ഭാരതീയ സങ്കല്പത്തിൽ സവിദ്യ, അവിദ്യ, വിവേകം, വിവേചനം, അങ്ങനെ വ്യത്യസ്തമായ ധാരണകളുണ്ട്. ഇതൊക്കെ ചേർത്ത് വെച്ചിട്ട് നമ്മൾ കൃത്യമായിട്ടുള്ളൊരു പ്രാക്ടിക്കലായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു വിദ്യയാക്കി മാറ്റുമ്പോഴാണ് അത് നല്ലതായിട്ട് ജനങ്ങൾക്ക് ഉപയോഗപ്രദമായിട്ട് എക്സ്പീരിയൻഷ്യൽ ലേണിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ പറ്റും. അങ്ങനെ ഉപയോഗിക്കുന്ന എക്സ്പീരിയൻഷ്യൽ ലേണിംഗ് പല സ്ഥലങ്ങളിലും പലർക്കും വേണ്ടി പലതരത്തിലും പല വിധത്തിലും ഉപയോഗിക്കുമ്പോഴാണ് ഞാൻ എക്സ്പീരിയൻസ്ഡ് ആവുക. ആ എക്സ്പീരിയൻസ്ഡ് ആവുമ്പോഴാണ് ഞാൻ അറിവുള്ളവനായി മാറുന്നത്. അതാണ് വിവേക ആനന്ദ സ്വാമി എന്ന് പറയുന്നതിന്റെ അർത്ഥം. അപ്പോൾ വിവേകവും ആനന്ദവും, ആനന്ദം എന്ന് പറഞ്ഞാൽ എനിക്കുള്ള ആനന്ദമല്ല, ബാക്കിയുള്ളവർക്ക് ആനന്ദം കൊടുക്കാൻ പറ്റുന്ന ഒരു മനുഷ്യനായി മാറുക. ഏന കേന പ്രകാരേണ യസ്യ കസ്യാപി ദേഹിനഃ സന്തോഷം ജനയത് പ്രജ്ഞാ തദൈവം ഈശ്വര പൂജനം. ബാക്കിയുള്ളവർക്ക് വേണ്ടി ഗുണം ചെയ്യാൻ സാധിക്കുന്ന നല്ല കർമ്മങ്ങൾ ഞാൻ ചെയ്യുമ്പോഴാണ് അവർക്ക് സന്തോഷം ഉണ്ടാവും. അത്തരം സന്തോഷം ഉണ്ടാക്കാൻ പറ്റുന്നതാവണം നമ്മുടെ എഡ്യൂക്കേഷൻ എന്നാണ്. ആ ഒരു സിദ്ധാന്തം ഇത്ര കൃത്യമായിട്ട് എഡ്യൂക്കേഷൻ ഈസ് മാൻ മേക്കിംഗ് എന്ന ഒറ്റ വാക്കിൽ തീർത്തപ്പോൾ അതിനെ നമുക്ക് എത്രത്തോളം എക്സ്പാൻഡ് ചെയ്യാന്ന് ആലോചിച്ച് നോക്കാം. അതൊന്നും ഏറ്റെടുക്കാത്ത ഒരു ഭാരതീയ സങ്കല്പം നമുക്ക് ഉണ്ടാവരുത്. അതുണ്ടാവണം, അതുണ്ടാക്കിയെടുക്കണം. അതിൽ നമ്മൾ പ്രതിജ്ഞാബദ്ധരാവുകയാണ് ഇത്തരം രാമകൃഷ്ണ, വിവേകാനന്ദ, ശാരദ ദേവിയുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ അവരുടെയൊക്കെ പാഠനങ്ങളിലൂടെ അവരുടെയൊക്കെ അറിവുകളിലൂടെ നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ടത്. നമ്മൾ മനസ്സിലാക്കേണ്ടത് സ്വാമിയും രാമകൃഷ്ണനും ആകെ കൂടെ ഉണ്ടായിരുന്നത് 6 വർഷമാണ്. ബാക്കിയുള്ള കാലഘട്ടങ്ങളിൽ ഒക്കെ ശാരദാ മാതാവാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് ഒരു സ്വാമിജിയുടെ സങ്കല്പം പറയുന്ന സമയത്ത് 3 പേരിൽ ഒരാളെ മാത്രം മാറ്റി നിർത്താൻ സാധിക്കില്ല. പക്ഷെ എപ്പോഴും എനിക്ക് ചോദിക്കാറുള്ളൊരു ചോദ്യം, ഞാൻ പലപ്പോഴും ചോദിക്കാറുള്ള ചോദ്യം, രാമകൃഷ്ണനാണോ ഗ്രേറ്റ് അല്ല സ്വാമി വിവേകാനന്ദനാണോ എന്നുള്ളതാണ്. ശ്രീരാമ പരമഹംസരാണ് നമുക്ക് വിവേകാനന്ദ സ്വാമികളെ തന്നത്. അതുകൊണ്ട് രാമകൃഷ്ണനാണ് ഗ്രേറ്റ് എന്ന് ഞാൻ പറയും. പക്ഷെ രാമകൃഷ്ണനെ ഗ്രേറ്റ് ആക്കിയത് സ്വാമി വിവേകാനന്ദ സ്വാമികളാണ്. അപ്പൊ ഇതിൽ ആരാണ് ഗ്രേറ്റ് എന്ന് ചോദിച്ചാൽ
നമുക്ക് കുറച്ചും കൂടി ഗ്രേറ്റ്നെസ് കാണാൻ സാധിച്ചേനെ സ്വാമി വിവേകാനന്ദനെ വേറെ ഒരു ഇക്വലന്റ് ആയിട്ടുള്ള, അത്രയും പവർഫുൾ ആയിട്ടുള്ള, അത്രയും കഴിവുള്ള വേറൊരാളെ സ്വാമി വിവേകാനന്ദ സ്വാമികൾക്ക് ശിഷ്യനായിട്ട് ഉണ്ടാക്കാൻ സാധിച്ചിരുന്നെങ്കിൽ. അപ്പൊ ഇപ്പൊ പലപ്പോഴും എന്റെയൊക്കെ ഭാഗ്യം ജീവിതത്തിൽ നല്ല ഗുരുക്കന്മാരെ കണ്ടു എന്നുള്ളതാണ്. പക്ഷെ ഇന്ന് ഏറ്റവും ബുദ്ധിമുട്ടുള്ളത് നല്ല ശിഷ്യന്മാരെ കാണുക എന്നുള്ളതാണ്. അപ്പൊ നമുക്കൊക്കെ ചെയ്യാൻ പറ്റുന്നത് നല്ല ശിഷ്യന്മാരാവുക, അവരെ പഠിപ്പിച്ചിട്ടുള്ള പാഠങ്ങൾ ബാക്കിയുള്ളവരിലേക്ക് എത്താനുള്ള എന്തൊക്കെ മാർഗങ്ങളുണ്ടോ, വി ആർ ഓൾ ടോർച്ച് ബെയറേഴ്സ്. അല്ലാതെ നമ്മുടെ ഉള്ളിലൊക്കെ ഫയർ ഉണ്ട്. നിമിഷം ജ്വലിതം ശ്രേയം, അത് ജ്വലിക്കുമ്പോൾ മാത്രമേ ശ്രേയസ് ഉണ്ടാവൂ, പ്രകാശം ഉണ്ടാവൂ. അതല്ലാതെ അതിനെ മൂടിക്കിടക്കുന്ന സമയത്ത് പുക മാത്രമേ വരൂ. അങ്ങനെ പുകയാതെ നമ്മുടെ ഉള്ളിലുള്ള ഈ അറിവിന്റെ ആഗ്രഹമാവുന്ന തീയ് കുറച്ചുകൂടി ഊതി വളർത്തി നന്നാക്കിയെടുക്കാനുള്ള ഒരു സന്നദ്ധത, സാധ്യതകൾ നമുക്കുണ്ട്, അതിനുള്ള സാഹചര്യമുണ്ട്. അല്ലെങ്കിൽ ഇപ്പം നമ്മൾ എവിടെയോ കിടക്കുന്ന എന്നെ അനീഷ് കോണ്ടാക്ട് ചെയ്യേണ്ട കാര്യമൊന്നുമില്ലല്ലോ, അല്ലെങ്കിൽ എവിടേക്കോ കിടക്കുന്ന നിങ്ങൾ ഈ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ലല്ലോ. ആ ഒരു സ്പാർക്ക് നമ്മുടെ ഉള്ളിലേക്ക് ഏറ്റെടുക്കാൻ സാധിക്കുന്ന സമയത്ത് അതുകൊണ്ട് നമുക്ക് എന്തൊക്കെ ആക്ഷൻ ഉണ്ടാക്കാൻ സാധിക്കും, കുറേ ഡിഫൈൻഡ് ആയിട്ടുള്ള ആക്ഷൻസ്. ആ ആക്ഷൻസ് കൊണ്ട് നമുക്ക് എവിടേക്ക് എത്താൻ സാധിക്കുമെന്ന് വെച്ചാൽ എവിടെയൊക്കെ എത്താൻ സാധിക്കില്ല എന്നാണ് നമ്മൾ ചോദിക്കേണ്ടത്. എന്തൊക്കെ ചെയ്യാൻ സാധിക്കുമെന്നല്ല, എന്തൊക്കെ എനിക്ക് ചെയ്യാൻ സാധിക്കില്ല. നമുക്കൊക്കെ പലതും ചെയ്യാൻ സാധിക്കും. ഐ ആം യൂസ്ലെസ് എന്നല്ല പറയാറ്, ഐ ആം യൂസ്ഡ് ലെസ് എന്നാണ് ഞാൻ പറയാറ്. നമ്മളെ ഉപയോഗിക്കുന്നില്ല. നമുക്ക് കുറേ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. അനീഷ് പറയുമ്പോൾ ഞാൻ ആക്റ്റീവ് ആണ്, പക്ഷെ ആക്റ്റീവ് ആണോ എന്ന് ചോദിച്ചാൽ ഐ എം ഹാപ്പി. ഈ ഒരു അവസ്ഥയിലൊക്കെ ഞാൻ പോകുന്നത് സന്തോഷവാനാണ്, പക്ഷെ ഞാൻ സംതൃപ്തനല്ല. സംതൃപ്തനല്ല എന്ന് പറഞ്ഞാൽ കുറേ കാര്യങ്ങൾ ചെയ്യാൻ ബാക്കിയുണ്ട്, കുറേ കാര്യങ്ങൾ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. കേരളത്തിൽ പല പ്രാവശ്യം വരാൻ ശ്രമിച്ചിട്ടുണ്ട്, പല കാര്യങ്ങളും ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്, പക്ഷെ സാഹചര്യങ്ങൾ പലപ്പോഴും അങ്ങനെ സാധിക്കാറില്ല. പക്ഷെ അതിനേക്കാളും കൂടുതൽ എനിക്ക് ആക്റ്റീവായിട്ടില്ല. ഇപ്പം ഞാനിപ്പോൾ കഴിഞ്ഞൊരു 4-5 മാസമായിട്ട് ഞാൻ യാത്ര ചെയ്തിട്ടുള്ള സ്ഥലങ്ങൾ നോക്കിയാൽ അഹമ്മദാബാദ്, കഴിഞ്ഞ ഒരാഴ്ച മാത്രം ഞാൻ ഉണ്ടായിരുന്നു അഹമ്മദാബാദ്, അത് കഴിഞ്ഞ് ലുധിയാന, അത് കഴിഞ്ഞ് പിന്നെ ജോധ്പൂർ, അത് കഴിഞ്ഞ് മൗണ്ട് അബു, അത് കഴിഞ്ഞിട്ട് ഡൽഹി. ഇനി അടുത്ത പ്രാവശ്യം വരുന്നത് ഇപ്പം തിരുവനന്തപുരത്ത് 3 പ്രാവശ്യമായി പ്രോഗ്രാം പ്ലാൻ ചെയ്തിട്ട് ക്യാൻസൽ ചെയ്തു. അപ്പോൾ ഞാൻ പലപ്പോഴും അവരോട് ടിക്കറ്റ് ബുക്ക് ചെയ്തിറങ്ങാം. ഞാൻ ബുക്ക് ചെയ്ത ടിക്കറ്റാണ് എനിക്ക് നഷ്ടം. ഒരു കാര്യത്തിനും ഒരു നിഷ്ഠ നമുക്കില്ല. അത് ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ നമ്മൾ ഞാനൊക്കെ രാമകൃഷ്ണ മഠത്തിലൊക്കെ നമ്മൾ അങ്ങനെ ആവാൻ കാരണം, രാമകൃഷ്ണ മഠത്തിൽ കൃത്യം 1 മണിക്കൂറാണ് സ്വാമി വിവേകാനന്ദ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹ്യൂമൻ എക്സലൻസിൽ ക്ലാസ് വേണ്ടത്. അത് നിങ്ങൾ ഇപ്പോഴും ആ വീഡിയോ എൻ്റെ കുറേ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് കമ്മിറ്റി കൃത്യം 1 മണിക്കൂറായിരിക്കും. അത് 2 മിനിറ്റ് അങ്ങോട്ടും ഉണ്ടാവില്ല, ഇങ്ങോട്ടും ഉണ്ടാവില്ല. അത് എത്ര രസകരമായിട്ടാണ് ചെയ്യാന്നറിയോ. ഇപ്പൊ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ന്യൂയോർക്ക് പോയ സമയത്ത് ആദ്യമായിട്ട് സ്വാമികൾ തുടങ്ങിയിട്ടുള്ള വേദാന്ത സർവപ്രിയാനന്ദയാണ് അവിടെ ഉള്ളത്. അദ്ദേഹത്തിന്റെ അടുത്ത് കഥയൊക്കെ അടച്ചു പൂട്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ പോയതൊരു ടൂറിസത്തിന് പോയ സമയത്ത് കാണാം എന്നുള്ള തരത്തിലാണ് കയറിയത്. അപ്പൊ ഇല്ല, അപ്പൊ അടച്ചു, ഇനി സ്വാമിയെ കാണാൻ പറ്റില്ല, റൂമിലാണെന്ന്. അപ്പൊ ഞാൻ എൻ്റെ കാർഡ് കൊടുത്തിട്ട് ഞാൻ പറഞ്ഞു, ഒന്ന് കൊടുത്തിട്ട് പറയൂ ഇന്നാൾ വന്നിട്ടുണ്ടോ. അപ്പൊ ഉടനെ തന്നെ താഴത്ത് വന്ന് കുറേ സമയം ഞങ്ങൾ കൂടെ ചെലവഴിച്ചു. അപ്പൊ നമ്മൾ പലപ്പോഴും മടിയന്മാരാണ്. അത് അടച്ചു, എന്നാൽ ശരി പോവാം. അങ്ങനെ ആവരുത്. നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ, എന്തൊക്കെ എവിടെയൊക്കെ അപ്രോച്ച് ചെയ്യാൻ പറ്റുമോ അതിനുള്ള ധൈര്യം നമുക്കുണ്ടാവും. ഉദ്യമം, സാഹസം, ധൈര്യം, ബുദ്ധി, ശക്തി, പരാക്രമം ഷഠേതേ എത്ര വർത്തന്തേ ദൈവം തത്ര പ്രകാശയത്ന. ഉദ്യമം, സാഹസം, ധൈര്യം, ബുദ്ധി, ശക്തി, പരാക്രമം, ഇതെവിടെയുണ്ടോ അവിടെയൊക്കെ ഭഗവാൻ ഉണ്ടാവും. അതുണ്ടാക്കിയെടുക്കുകയാണ് ഇത്തരം സത്സംഗങ്ങളുടെയും ഇത്തരം ആക്ടിവിറ്റികളുടെയും ഒക്കെ ആവശ്യം. അത്തരം ആക്ടിവിറ്റികൾ ഉണ്ടാവുമ്പോഴേ നമ്മൾ മുഖതാവിൽ കാണുള്ളൂ, അല്ലെങ്കിൽ ഈ പറയുന്ന ഒരാളെയും എനിക്ക് കാണാൻ സാധിക്കില്ലല്ലോ. അപ്പോൾ ഇങ്ങനൊരു ആക്ടിവിറ്റി ഉണ്ട്, നമ്മളതിൽ പങ്കെടുക്കുന്നു, കാണുന്നു, പക്ഷെ അതവിടെ നിർത്തരുത്. ഇപ്പം നമ്മുടെ ഒരു വീഡിയോ കാണുന്നു, ആ വീഡിയോ കണ്ടിട്ട് നമുക്ക് ഇഷ്ടമാണ്, വളരെ തുച്ഛമായിട്ട്. ഇന്ന് ഇവിടെ ശിവകാമി ചേർന്നിട്ടുണ്ടായിരുന്നു. ഇപ്പൊ അരമണിക്കൂർ മുമ്പാണ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു എടുക്കുന്നു പ്രതീക്ഷിച്ചിട്ടേ ഇല്ല. ഞാൻ പറഞ്ഞു ഫോൺ വിളിക്കുമ്പോൾ എടുക്കുന്നല്ലേ പ്രതീക്ഷിക്കുന്നത്, അല്ല ആരും എടുക്കാറില്ല അങ്ങനെ. ഞാൻ നമ്മൾ എടുക്കാനായിട്ടിരിക്കുന്നതാണ്. ഇത് എടുക്കാതിരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാ? നമുക്ക് വേറെ തിരക്കില്ലാത്തതുകൊണ്ടല്ല. പക്ഷെ ആ 10 മിനിറ്റ് ആണെങ്കിൽ 10 മിനിറ്റ് നമുക്ക് ഉപയോഗപ്രദമാവുന്നില്ലെങ്കിൽ നമ്മൾ അങ്ങനെ ഒരു വീഡിയോ കാണിച്ചു കൊടുത്തിട്ട് ഞാനിവിടെ ജീവിച്ചിരിക്കണമെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? നമ്മുടെ ഒരു മെസ്സേജ് പോകുന്ന സമയത്ത് ആ മെസ്സേജ് കൊണ്ട് ആർക്കെങ്കിലും ഉപയോഗം ഉണ്ടാകുന്നു, അവർക്ക് ആഗ്രഹമുള്ളത് കൊണ്ടാണ് വിളിക്കുന്നത്. അപ്പൊ അത് ഏറ്റെടുക്കാൻ സാധിക്കണം. നമ്മൾ റെസ്പോൺസ് എന്നാണ് പറയുക, പിന്നെ റെസ്പോണ്ട് ചെയ്യണം എന്നാണ് പറയുക. നമുക്കില്ലാത്തത് റെസ്പോൺസാണ്. റെസ്പോണ്ട് ചെയ്യുമ്പോഴാണ് റെസ്പോൺസിബിലിറ്റി ഉണ്ടാവുക.
അപ്പൊ കീപ് റെസ്പോണ്ടിങ്. എപ്പോൾ നമുക്ക് നമ്മുടെയൊക്കെ ബേസിക് നേച്ചർ എന്ന് പറഞ്ഞാൽ ആഗ്രഹങ്ങളും ഫീലിങ്ങുകളും ഉള്ളവരാണ്. മനസ്സിന്റെ ഉള്ളിലൊരു ആഗ്രഹമുണ്ടോ, ഇത് കേൾക്കണം, ഇയാളോട് സംസാരിക്കണം, ഇത് പറയണം, ഇത് ചോദിക്കണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടാവും. പക്ഷെ ഒട്ടനെ ബുദ്ധി പറയും വേണ്ട വേണ്ട ഇരുന്നോളൂ. ഇത് രണ്ടും നമ്മളുടെ കോൺഫ്ലിക്റ്റ് ആണ് നമ്മുടെ ജീവിതം. അങ്ങനെ തോന്നിക്കഴിഞ്ഞാൽ എന്താണോ തോന്നിയത് അത് ഉടനെ റിയാക്ട് ചെയ്യുക എന്നുള്ളതാണ് റെസ്പോൺസിബിൾ ആവും. അതാണ് പ്രസൻസ് ഓഫ് മൈൻഡ്. അതുണ്ടാവണം. ഉദ്ധരേത് ആത്മനാത്മാനം ആത്മാനം അവസാധയേത് ആത്മൈവ ഹ്യാത്മനോ ബന്ധു ആത്മൈവ രിപുരാത്മനഃ. ഭഗവത്ഗീതയില് ആ ആത്മാവ് എന്ന് പറയുന്നത് നമ്മുടെ സൂപ്പർഫിഷ്യൽ ആയിട്ടുള്ള ബുദ്ധി എന്ന് പറയുന്ന അല്ല ആത്മാവ്, മനസ്സ് എന്ന് പറയുന്ന അല്ല ആത്മാവ്. ആ മനസ്സിനെ ആത്മാവിന്റെ ലെവലിലേക്ക് കൊണ്ടുപോകുമ്പോഴാണ് ആത്മീയ പുരുഷനാവുന്നത്. അത്തരം ആത്മീയ പുരുഷന്മാരാണ് ലോകത്തെ നയിച്ചിട്ടുള്ളത്. നമ്മളൊക്കെ ആ ലെവലിലേക്ക് നമുക്ക് ഉയർത്താൻ, ആ ലെവലിലേക്ക് എത്താൻ പറ്റില്ലെങ്കിൽ കുറച്ചെങ്കിലും പോകണമെങ്കിൽ നമ്മൾ കൃത്യമായിട്ടും എപ്പോൾ റിയാക്ട് ചെയ്യുന്നു ആ റിയാക്ഷൻ ഉണ്ടാവും. അതുകൊണ്ടാണ് സ്വാമി വിവേകാനന്ദൻ രാമകൃഷ്ണനെ കണ്ടത്. ചോദിക്കണോ പ്രൊഫസറോട്, ഭഗവാനെ കണ്ട ആരെങ്കിലും നിങ്ങൾക്കറിയോ? അങ്ങനെ ഒരു 10 പ്രാവശ്യം ആലോചിച്ചിട്ട് വേണ്ടാ നോക്കുന്നവരാണ് നമ്മൾ പലരും. അങ്ങനെയല്ല സ്വാമി ചെയ്തത്. സ്വാമിജി ഉടനെ തന്നെ പോയിട്ട് പ്രൊഫസറോട് ചോദിച്ചു, എവിടെ കാണാൻ സാധിക്കുന്ന ഒരാളുണ്ടോ? ഉണ്ട്. വിട്ടില്ല, പോയി കണ്ട് സംസാരിച്ചു. വലിയ ധൈര്യമാണ്. ഒരു ഗ്രാജുവേഷൻ പഠിക്കുന്ന സ്റ്റുഡന്റ് ആ കാലത്ത് രാമകൃഷ്ണനെ പോയി കാണുക, വലിയൊരു സ്വാമിജിയെ പോയി കാണുക, എന്നിട്ട് അദ്ദേഹത്തിന്റെ സ്റ്റുഡന്റ് ആവുക എന്നുള്ളത്. ആ ധൈര്യം നമുക്കുണ്ടാവും. ആ ധൈര്യം ആ കഥ കേൾക്കുന്ന സമയത്ത് എനിക്കും അതുണ്ടാവണം എന്നുള്ള തോന്നലാണ് നമുക്ക് ഉണ്ടാവേണ്ടത്. ആൾക്കാരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ, ആൾക്കാരുമായിട്ട് കോണ്ടാക്ട് ചെയ്യാൻ കഴിവുള്ള ഏക മൃഗം മനുഷ്യനാണ്. ഇത്രയും ദൂരെ ഇരിക്കുന്ന നമ്മൾ കോണ്ടാക്ട് ചെയ്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് പോലെ ഏത് മൃഗത്തിനും സാധിക്കില്ലല്ലോ. അപ്പൊ നമ്മുടെ മനുഷ്യത്വം എന്ന് പറയുന്നത് ബീയിങ് സോഷ്യൽ, ബീയിങ് ഹ്യൂമൻ. മനുഷ്യത്വം എന്ന് പറയുന്നത് അതാണ്, മനുഷ്യനാവുക എന്നത്. ബീയിങ് ഹ്യൂമൻ ഈസ് ഹ്യൂമൻ ബീയിങ്, ബീയിങ് സോഷ്യൽ ഈസ് സോഷ്യൽ ബീയിങ്. അത് രണ്ടുമാണ് നമ്മൾ ഓരോ വ്യക്തികളുടെയും കഥ പഠിക്കാൻ വേണ്ടി. ഇപ്പൊ ടാഗോറിന്റെ ആയാലും, ടാഗോറിന്റെ ഫാമിലി ഹൗസ് നമ്മൾ അവിടെ ഒരു മ്യൂസിയമാണ്. അത് പോയി കണക്ട് ചെയ്യുന്ന സമയത്ത് എത്ര രാജ്യങ്ങളിലാണ് ട്രാവൽ ചെയ്തിരിക്കുന്നത് ടാഗോർ. ആ യാത്രകൾ എന്നൊക്കെ പറയുന്ന ആ കാലഘട്ടത്തിൽ അങ്ങനെ യാത്ര ചെയ്യണമെങ്കിൽ എത്ര ദിവസം ട്രാവൽ ചെയ്യണം എന്ന് ആലോചിച്ചു. ഇന്ന് നമ്മൾ ഈസി ആയിട്ട് ഫ്ലൈറ്റ് പിടിച്ച് പോകാനെങ്കിൽ നമ്മൾ പോവില്ല, മടിയാണ്. അപ്പോൾ അവസരങ്ങൾ ഇല്ലാത്തതുകൊണ്ടല്ല, നമ്മളതിന് സ്റ്റെപ്പ് എടുക്കാത്തതുകൊണ്ടാണ്. അപ്പൊ എപ്പോഴും ഒട്ടനെ മനസ്സിൽ തോന്നുന്ന സംഭവങ്ങൾ അത് റിയാക്ട് ചെയ്യാനും, ആൾക്കാരെ കോണ്ടാക്ട് ചെയ്യാനും, നെറ്റ്വർക്കിംഗ് ആണ്. ആൾക്കാരുമായിട്ടുള്ള കോണ്ടാക്ട് ചെയ്യാനുള്ള കഴിവ് പൂർണ്ണമായിട്ടും ഉപയോഗിക്കാൻ നമുക്ക് സാധിക്കണം. ആ ഉപയോഗിക്കുന്നതാണ് നമ്മുടെ ജന്മത്തിൽ നമുക്കുള്ള ഏറ്റവും വലിയ ഗുണം. അത് ഇത്രയും കണക്ടിവിറ്റിയും കോണ്ടാക്ട്സും ഉണ്ടായിട്ടും നമുക്കതിന് സാധിക്കുന്നില്ല. ഇപ്പം ഇവിടെ ചേർന്നിട്ടുള്ള മുഖം കാണിക്കാൻ പോലും തയ്യാറുള്ളതാണ്. അപ്പൊ ആലോചിച്ച് നോക്കാം. അപ്പൊ നമ്മൾ അത്രയും മടിയന്മാരായിരിക്കും. എന്താ കാരണം? നമ്മൾ തയ്യാറായിട്ടില്ല. ഇത് വളരെ കാഷ്വലാണ്. ജീവിതത്തിലെല്ലാം കാഷ്വലാണ്. അങ്ങനെ കാഷ്വൽ ആവുന്ന ഒരു അവസ്ഥയിൽ നിന്ന് മാറി നമ്മൾ വളരെ ആലോചിച്ച് നോക്കാം. അന്നത്തെ കാലത്ത് ഓരോ സ്ഥലത്തും യാത്ര ചെയ്തിട്ട് മുഖം കാണിക്കാതിരിക്കുന്ന വ്യക്തികളാണെങ്കിൽ അവർക്ക് എവിടെയെങ്കിലും എത്താൻ സാധിക്കുമായിരുന്നു? ഇല്ല. അപ്പൊ നമുക്ക് എവിടെയൊക്കെ, എങ്ങനെയൊക്കെ, ആരോടൊക്കെ, എന്തൊക്കെ, അത് പച്ചയായിട്ട് പറയാൻ പറ്റുന്നത്. നിങ്ങൾക്ക് താല്പര്യമില്ലാത്ത വിഷയമാണ്, താല്പര്യമുള്ള വിഷയമാണെങ്കിൽ കുറെ ചോദ്യങ്ങൾ ചോദിക്കുക. ഏതെങ്കിലും ഒരു വീഡിയോ കേട്ട് കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് ചോദ്യങ്ങൾ ഉണ്ടാക്കിയിട്ട് ചോദിക്കുക. ആ ചോദ്യങ്ങൾ ചോദിക്കാൻ പറ്റുന്ന തരത്തിൽ സംസാരിക്കാൻ പറ്റുന്ന നമ്മുടെ ഏത് ലെവലിലായാലും അത് ഉണ്ടാക്കിയെടുക്കുന്ന അത്തരം കുറെ ചോദ്യങ്ങളാണ് സ്വാമിജിയുടെ അടുത്ത് മിക്കവാറും പരമഹംസരുടെ അടുത്ത് സ്വാമിജിക്ക് ഉണ്ടായിരുന്നത്. പ്രസൻസ് ഓഫ് മൈൻഡ് ആണ് സ്വാമിജിയുടെ ഏറ്റവും വലിയ മുഖമുദ്ര. അത് നല്ല രസകരമായിട്ടുള്ള കഥകളൊക്കെ ഉണ്ട്. ഒരു കത്തി തരൂ എന്ന് ശാരദാമ്മ പറയുന്ന സമയത്ത് കത്തി കൊടുക്കുന്ന വിധം ഉണ്ടല്ലോ. ഹാൻഡിലാണോ പിടിക്കുന്നത്, മൂർച്ചയുള്ള ഭാഗമാണോ? നമ്മൾ ഹാൻഡിൽ പിടിച്ചാൽ ഏറ്റെടുക്കുന്ന ആൾ മൂർച്ചയുള്ള ഭാഗം പിടിക്കേണ്ടി വരും. നമ്മൾ മൂർച്ചയുള്ള ഭാഗം പിടിച്ചാൽ നമ്മൾ കൊടുക്കുന്ന ആൾ എടുക്കേണ്ടത് ഹാൻഡിലാണ്. അപ്പൊ മേടിക്കുന്ന ആളുടെ സൗകര്യമാണോ കൊടുക്കുന്ന ആളുടെ സൗകര്യമാണോ നമ്മൾ നോക്കേണ്ടതെന്നുള്ളത്. അങ്ങനെയൊക്കെ സ്വാമിജിയെ ടെസ്റ്റ് ചെയ്തിരുന്നു ശാരദാമാത. അപ്പൊ ആലോചിക്കുക, ഓരോ ചെറിയ ചെറിയ വിഷയങ്ങളിലും ഒരു വ്യക്തിയെ ഇവാലുവേറ്റ് ചെയ്യാൻ നമുക്ക് സാധിക്കും. ഇന്നലെ അങ്ങാണ്ട് ഒരാൾ കോൺടാക്ട് ചെയ്ത സമയത്ത് ഞാൻ 3-4 ചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ തന്നെ അദ്ദേഹത്തെ നമുക്ക് പിടിക്കാൻ പറ്റി. എന്താണ് അദ്ദേഹത്തിന്റെ വിഷമം? കേൾക്കാം, 1 മണിക്കൂർ കേൾക്കും. 1 മണിക്കൂർ കേൾക്കുന്നത് അവർക്ക് ആർക്കും കേൾക്കാനില്ലാത്തതുകൊണ്ടാണ്. പക്ഷെ അത് പറയാനുള്ളത് പറയാൻ സാധിക്കും. ഐ വാണ്ട് ടു ടോക്ക് എന്ന് പറയുന്ന അഭിഷേക് ബച്ചന്റെ സിനിമ ഇന്ന് രാവിലെ ഞാൻ കണ്ടത്. ഈ ഓരോ പ്രോഗ്രാം നടക്കുമ്പോഴും അതിനിടയിൽ സിനിമയും കാണും. അപ്പൊ ആ സിനിമ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് അതിന്റെ വലിയൊരു മെസ്സേജാണ് ഐ വാണ്ട് ടു ടോക്ക് എന്ന്. എനിക്ക് സംസാരിക്കണമെന്നാണ്. ഒരു മനുഷ്യന് ഒരു ദിവസം രാവിലെ മുതൽ വൈകുന്നേരം വരെ 15,000 വേർഡ്സോളം സംസാരിക്കാൻ പറ്റും. അത് സംസാരിക്കുകയാണ് മിനിമം.
നമ്മൾ വേണ്ടത്. അത് സംസാരിക്കാതിരിക്കുമ്പോൾ നമ്മൾ ഉള്ളിൽ ഉണ്ടാവുന്ന പിടിച്ചു നിർത്തുന്നതാണ് നമ്മുടെ ഏറ്റവും വലിയ കുഴപ്പവും. അത് സംസാരിക്കാൻ ആരും ഇല്ല എന്നുള്ളതാണ് നമ്മുടെ വിഷമവും. ഇപ്പോൾ 150 വേർഡ്സ് പെർ സെക്കൻഡ് ആണ്, മിനിറ്റ് ആണ് നമ്മൾ സംസാരിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് സംസാരിക്കില്ല. പക്ഷെ 60 വേർഡ്സ് പെർ മിനിറ്റ് എങ്കിലും നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ അത് കേൾക്കുന്ന ഒരു വ്യക്തിക്ക് കൃത്യമായിട്ട് മനസ്സിലാവുന്ന വിധത്തിൽ വ്യത്യസ്ത ഭാഷകളിൽ നമുക്ക് സംസാരിക്കാൻ പറ്റും. ആ എബിലിറ്റി ഉള്ള ഒരു ജീവിയാണ് നമ്മൾ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. അതില്ലാതെ ഞാൻ അടച്ചുപൂട്ടി ഒരു മൂലക്കിരിക്കേണ്ട കാര്യമൊന്നുമില്ല. അത് അടച്ചുപൂട്ടി കണ്ണടച്ചിട്ട് 10 മിനിറ്റ് ഇരിക്കേണ്ടതല്ല മെഡിറ്റേഷൻ. സ്വാമി വിവേകാനന്ദൻ എപ്പോഴും പറഞ്ഞിട്ടുണ്ട്, മെഡിറ്റേറ്റിംഗ് ഓൺ ദ ക്രോസ് റോഡ്സ് എന്നാണ്. മെഡിറ്റേഷൻ ഡോണ്ട് മെഡിറ്റേറ്റ് ഇൻ ക്രോസ് റോഡ്സ് എന്നാണ്. ക്രോസ് റോഡ്സ് എന്ന് പറഞ്ഞാൽ വലിയ പ്രശ്നങ്ങളുള്ള ഒരു മനുഷ്യൻ മെഡിറ്റേറ്റ് ചെയ്യാൻ പോയിട്ട് കാര്യമില്ല, നിങ്ങൾ സമയം നഷ്ടപ്പെടുത്താമെന്ന് സ്വാമി വിവേകാനന്ദൻ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഡോണ്ട് മെഡിറ്റേറ്റ് ഓൺ ക്രോസ് റോഡ്സ്. ക്രോസ് റോഡ്സ് എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടുണ്ടാവുന്ന, വിഷമങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് ഇപ്പൊ എല്ലാവരും മെഡിറ്റേഷനാണ്. എന്നാൽ ശരിക്കും മെഡിറ്റേറ്റ് ഉണ്ടോ ചെയ്യുന്നില്ല. ഞാൻ സ്വാമി രാമയുടെ ശിഷ്യനാണ്. നമ്മളൊക്കെ പല മെഡിറ്റേറ്റേഴ്സിനെയും കൊണ്ടുപോയിട്ട് ഇലക്ട്രോ എൻസിലോഗ്രാഫ് വെച്ച് ടെസ്റ്റ് ചെയ്യുമ്പോൾ വെറുതെ അഭിനയിക്കുക, കണ്ണടച്ചിട്ട് ചിന്തകൾ ഇങ്ങനെ ഉള്ളിൽ ആളിക്കത്തുക. കണ്ണടക്കുന്നേ ഉള്ളൂ, ചിന്തകളൊന്നും കണ്ണടച്ചാലൊന്നും നിൽക്കില്ല. ഏത് മനുഷ്യനും നിൽക്കില്ല. നല്ല ബുദ്ധിമുട്ടും വിഷമം ഉണ്ടാകുന്ന സമയത്ത് ചെണ്ട കൊട്ടുന്ന ആൾ പോയിട്ട് ചെണ്ട കൊട്ടുന്നുണ്ടല്ല, അതാണ് നല്ല മെഡിറ്റേഷൻ. അയാൾക്ക് എന്താണോ താല്പര്യം. ചിലർക്ക് മെഡിറ്റേഷൻ എന്ന് പറഞ്ഞാൽ കുക്കിംഗ് ആണ്, നല്ലപോലെ കുക്കിംഗ്. ചിലർക്ക് വാക്കിംഗ് ആണ്, ചിലർക്ക് ഡ്രൈവിംഗ് ആണ്, ചിലർക്ക് പാട്ട് പാടലാണ്. കണ്ണടച്ചിരിക്കലല്ല, കണ്ണ് തുറന്നിരിക്കലാണ്. ഇപ്പോൾ സ്വാമിജികളൊക്കെ പലപ്പോഴും ചെയ്തിട്ടുള്ളത് ഓരോ ആവശ്യങ്ങൾക്കും എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് കണ്ണടച്ചിരിക്കുകയല്ല ചെയ്തിട്ടുള്ളത് സ്വാമി വിവേകാനന്ദൻ. അദ്ദേഹം ചെയ്തിട്ടുള്ളത് തോട്ട്സ് ആവശ്യമുള്ള സമയത്ത്, ശല്യങ്ങളൊന്നുമില്ലാതെ ചിന്തിക്കേണ്ട സമയത്ത്. അങ്ങനെയാണല്ലോ കന്യാകുമാരിയിലേക്ക് പോയി അവിടെ നിന്നും വിവേകാനന്ദ പാറയിലേക്ക് സ്വിമ്മ് ചെയ്തു പോയത്. അങ്ങനെ നീന്തിപ്പോയിട്ട് അവിടെ ഇരുന്നത് 3 ദിവസം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ എന്താ ചെയ്തതെന്ന് വെച്ചപ്പോൾ ഇന്ത്യയുടെ പ്രശ്നങ്ങൾ ആലോചിക്കുകയായിരുന്നു എന്നാണ്. അത് മെഡിറ്റേഷൻ അല്ല, ഇന്ത്യയുടെ പ്രശ്നങ്ങൾ ആലോചിക്കുകയായിരുന്നു. അവിടെ പോയിട്ട് 3 ദിവസം മെഡിറ്റേറ്റ് ചെയ്തിട്ട് സമയം കളയല്ല ചെയ്തത്. ഇന്ത്യയുടെ പ്രശ്നങ്ങൾ ആലോചിച്ചിട്ട് അതിന് സൊല്യൂഷൻ കണ്ടെത്തുക ചെയ്തത്. അതാണ് മെഡിറ്റേഷൻ. സോ മെഡിറ്റേഷൻ ക്യാൻ ബി വിത്ത് തോട്ട്സ്. തോട്ട്സ് ഇല്ലാത്ത മെഡിറ്റേഷൻ അല്ല. രമണ മഹർഷി പറഞ്ഞിട്ടുള്ളതാണ്, പ്രാണബന്ധനാത് ലീയതേ മന. നമ്മുടെ പ്രാണായാമം കൊണ്ട് മനസ്സിനെ ലയിപ്പിക്കാൻ സാധിക്കും. പ്രാണായാമം, ബ്രത്തിൽ കൺട്രോൾ വെച്ച് അത് മാത്രം ചിന്തിച്ചാൽ മനസ്സിനെ ലയിപ്പിക്കാൻ സാധിക്കും. ജാലപക്ഷിവത് ദീനരോധനം എന്നാണ്. അത് കൂട്ടിലിരിക്കുന്ന പക്ഷി പോലെയാണ്, എപ്പോഴാണോ തുറക്കുന്നത് അപ്പൊ ചാടിപ്പോകും. നമ്മൾ കണ്ണു തുറന്നു കഴിഞ്ഞാൽ പിന്നെയും പ്രാരബ്ധവും ബുദ്ധിമുട്ടും വിഷമവും ഒക്കെ കുനിഷ്ടും കുബുദ്ധിയാണെങ്കിൽ കുറച്ച് സമയം 10 മിനിറ്റ് കണ്ണടച്ചിരുന്നിട്ട് എന്താ കാര്യം? രാവിലെ ഭഗവത്ഗീത ക്ലാസ് കേട്ടിട്ട് എങ്ങനെയാണ് നന്നാവേണ്ടതൊക്കെ തോന്നും. എന്നിട്ട് പാർക്കിംഗ് സ്പേസിൽ എത്തിയിട്ട് നല്ല അടിയാണ് അടുത്തിരിക്കുന്ന ആളുമായിട്ട്. എന്റെ വണ്ടി നിങ്ങൾ തട്ടി, നിങ്ങളുടെ വണ്ടി ഞാൻ തട്ടി എന്നൊക്കെ. അതിന് തൊട്ട് മുമ്പാണ് പഠിച്ചത്, ഇതിനൊന്നും കാര്യമില്ല. പക്ഷെ അതൊന്നും കാര്യമില്ല. അങ്ങനെ രസകരമായ കുറേ കഥകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. ഇപ്പൊ ജീവിതത്തിൽ പ്രാക്ടിക്കൽ സ്പിരിച്വാലിറ്റി, സയൻസും സ്പിരിച്വാലിറ്റിയും, പവറും പൊസിഷനും സ്പിരിച്വാലിറ്റിയും, ഫിസിക്കൽ സ്പിരിച്വാലിറ്റി എന്ന് വെച്ചാൽ രാവിലെ ജിമ്മിന് പോവുക, ശരീരമൊക്കെ നന്നാക്കുക. സ്വാമി ആയതുകൊണ്ട് രാവിലെ ജിമ്മിന് പോകണ്ടാവെന്ന് പറഞ്ഞിട്ടൊന്നുമില്ല. വിവേകാനന്ദ സ്വാമികൾ നല്ല സ്വിമ്മറായിരുന്നു, നല്ല ജിമ്മും ചെയ്യായിരുന്നു, നല്ലപോലെ സ്പോർട്സ്മാൻ ആയിരുന്നു, എല്ലാ കളിയും കളിക്കുമായിരുന്നു. എത്രയോ നല്ല നല്ല സ്വാമികൾ ഇവിടെയുള്ള രാമകൃഷ്ണ മഠത്തിലെ ലോവർ ടാങ്ക് ബണ്ടിലാണ് നല്ല പോലെ കളിക്കുന്ന സ്വാമിമാരുണ്ട്. അവിടെ നല്ല സ്പോർട്സ് ആണ്, ആക്റ്റീവായിട്ട് സ്പോർട്സ് ആണ്. കാരണം ഫിസിക്കലി സ്ട്രോങ് ആവണം, ഇമോഷണലി വളരെ കൺട്രോൾഡ് ആവണം. അതില്ല, പലർക്കും ഇല്ല. അപ്പം പിന്നെ ഇന്റലക്ച്വലി ഷാർപ്പാവണം, പഠിക്കുക വായിക്കുക എന്നുള്ളത് അത്യാവശ്യമായിട്ട് ചെയ്യണം. അപ്പൊ നമ്മുടെ സ്വാമി വിവേകാനന്ദ സ്വാമികളിൽ കാണുന്ന സമയത്ത് ഫിസിക്കലി സ്ട്രോങ്, എത്ര കാലം എന്നല്ല, ഉള്ള കാലം കൃത്യമായിട്ട് ഇമോഷണലി കൺട്രോൾഡ്, ഇന്റലക്ച്വലി ഷാർപ്പ്, പിന്നെ സോഷ്യലി ആക്റ്റീവ്. ആരെയൊക്കെ എവിടെയൊക്കെ പരിചയപ്പെടാൻ പറ്റുമോ, സംസാരിക്കാൻ പറ്റുമോ, നെറ്റ്വർക്ക് ഉണ്ടാക്കാൻ പറ്റുമോ അതൊക്കെ ചെയ്തു തരുന്നവരാണ് ഏറ്റവും നല്ല പവർഫുൾ ആയിട്ടുള്ള വ്യക്തികൾ. ഇതുണ്ടാവണം എന്ന് സ്വാമിജി പറഞ്ഞിട്ടുണ്ട്. 5 ഫോൾഡ് ഡെവലപ്മെന്റ് എന്ന്. പിന്നെ വേണ്ടതോ സ്പിരിച്വലി ഹയർ. ആ സ്പിരിച്വാലിറ്റിയാണ് വേണ്ടത്, ഭക്തിയിലല്ല. ഭക്തി LKG UKG ആണ്. അവിടെ നിന്നും ഹയർ ക്ലാസ്സിലേക്ക് പോയിട്ട് സ്പിരിച്വാലിറ്റിയിൽ എത്തുമ്പോഴാണ് നമ്മൾ യഥാർത്ഥമായ സ്വാമിജിയുടെ കൺസെപ്റ്റിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയായി മാറുന്നത്. അതുണ്ടാവണം, അതുണ്ടാക്കിയെടുക്കണം, അതിനാവണം നമ്മുടെ ശ്രദ്ധയും. ശ്രദ്ധാവാൻ ലഭതേ ജ്ഞാനം എന്നാണ്. ആ ശ്രദ്ധ എന്ന് പറയുന്നത് നല്ലപോലെ കോൺസെൻട്രേഷൻ ഉണ്ടാവും. ആ കോൺസെൻട്രേഷൻ എന്ത്, എവിടെ, എങ്ങനെ, ആര്, എപ്പോൾ, എന്ത് പറയുന്നോ, എന്ത് കേൾക്കുന്നോ, എന്ത് ചെയ്യുന്നോ അതിൽ ശ്രദ്ധിച്ചിട്ട് അത് എൻ്റെ ജീവിതത്തിലേക്ക് എങ്ങനെ നന്മയോടുകൂടി പകർത്താൻ സാധിക്കും എന്നുള്ള അറിവ് നമുക്കുണ്ടാവും. ആ അറിവുണ്ടായിരുന്നവരാണ്, അറിവുണ്ടായിരുന്ന വ്യക്തിയാണ്, അത് പ്രാബല്യത്തിൽ വരുത്തിയിട്ടുള്ള ആളാണ് സ്വാമി വിവേകാനന്ദൻ. ആ കാലഘട്ടം എന്ന് പറയുന്നത് വലിയ ബ്യൂട്ടിഫുൾ കാലഘട്ടമാണ്. നമ്പർ 1.
കൽക്കട്ട എന്ന് പറയുന്നത് ക്യാപിറ്റലാണ്. എല്ലാ പ്രഗത്ഭന്മാരും ഉണ്ടായിരുന്ന സ്ഥലമാണ്, എല്ലാ മഹത് വ്യക്തികളും ഉണ്ടായിരുന്ന സ്ഥലമാണ്. ഈ ഡോക്യുമെന്ററി ഒക്കെ കാണുമ്പോൾ എന്താ ഗുണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ, ഇപ്പം നമ്മൾ അവിടെ പോകുന്ന സമയത്ത് ഈ ഡോക്യുമെന്ററിയിൽ കണ്ടിട്ടുള്ള ഈ സ്റ്റെയർ കേസ് വഴിയാണല്ലോ അന്ന് നേതാജി ഇറങ്ങിപ്പോയത്, അപ്പൊ കാറ് പാർക്ക് ചെയ്ത സ്ഥലം ഏതാണ്? നമ്മൾ ഈ വീട് കാണുന്ന സമയത്ത് നമ്മുടെ വീട് കാണുന്ന പോലെയാണ്. കാർ എവിടെയാണ് പാർക്ക് ചെയ്തത്? ഇവിടെയാണ്. ആ കാർ ഇപ്പോൾ എവിടെയാണ് ഉള്ളത്? ഉടനെ അവിടെ സെക്യൂരിറ്റിയോട് ചോദിക്കും, ആ കാർ അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. നമുക്കിത് ഫുൾ അറിയാം കഥകൾ. അപ്പൊ നമ്മൾ ഡോക്യുമെന്ററി കാണുക, കഥ വായിക്കുക, പുസ്തകം വായിക്കുക, എപ്പോഴെങ്കിലും ഭാവിയിൽ അവിടെ പോകാൻ പറ്റിയാൽ പോകാം, കാണാം. അതില്ലെങ്കിലും നമുക്കിതൊക്കെ അനുഭവിക്കാൻ പറ്റും. അത് നമ്മൾ ചെയ്യുന്ന സമയത്ത് നമ്മുടെ കൂടെയുള്ള ഒരാള്, നമ്മൾ അറിയപ്പെടുന്ന ഒരാള്, അങ്ങനെ നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്താൻ സാധിക്കുന്നതാണ് നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ ലക്ഷ്യം. അതുണ്ടാക്കിയെടുക്കാൻ സാധിക്കട്ടെ. അതെല്ലാവരിലും പകർത്തി കൊടുക്കാനുള്ള ഇത്തരം സന്ദർഭങ്ങൾ നമുക്ക് ഉണ്ടാവട്ടെ. അത് മൂല്യബോധം ഉണ്ടാക്കുകയും നാളത്തേക്ക് നമ്മളെ നയിക്കാൻ പറ്റുന്ന, എൻ്റെയൊക്കെ എപ്പോഴും ഉള്ളൊരു ആവലാതി വേവലാതി എന്ന് പറയുന്നത്, നമുക്ക് കുറച്ച് ഈ ജനറേഷന് ഇത്തരം ചിന്തകളെങ്കിലും നമ്മളുണ്ട്. പക്ഷെ അടുത്ത ജനറേഷനിലേക്ക് ഈ ചിന്തകൾ മാറ്റാൻ സാധിക്കുമെന്ന് നമുക്കറിയില്ല. അതിനു വേണ്ടിയിട്ടാണ് ഇപ്പൊ ചിക്കാഗോയിലെ സ്വാമിജി പ്രഭാഷണം കൊടുത്തിട്ടുള്ള ബിൽഡിങ്ങിലെ ഓരോ സ്റ്റെപ്പുകളിലും സ്വാമിജിയുടെ കൊട്ടേഷൻസ് കൃത്യമായിട്ട് സ്റ്റെയർ കേസിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഓരോ സ്റ്റെപ്പ് അടുത്ത സ്റ്റെപ്പിലേക്ക് പോകുമ്പോൾ ആ ഭാഗത്ത് ചവിട്ടാതിരിക്കുന്ന ആ ഭാഗം ഉണ്ടല്ലോ, ആ പാർട്ടീഷൻ ഭാഗം, അവിടെയൊക്കെ കൊട്ടേഷൻ, ഞാൻ അവിടെയൊക്കെ പോയിട്ടുണ്ട്. ആ കാണുന്ന സമയത്ത് നമ്മൾ മുമ്പ് വായിച്ചതായതുകൊണ്ട് അവിടെ പോകുമ്പോൾ ഇതൊക്കെയാണല്ലോ നമ്മൾ പഠിക്കേണ്ടത്, ഇതൊക്കെയാണല്ലോ കേട്ടത്, ഇതൊക്കെയാണല്ലോ കേട്ടിരുന്നത്, അതിപ്പോ കാണുകയാണല്ലോ എന്ന് തോന്നുന്നുണ്ടാവും. അപ്പൊ പഠിക്കുക, അത് വിഷ്വലൈസ് ചെയ്യുക, സംസാരം ഉണ്ടാക്കുക, ഡിസ്കഷൻസ് ഉണ്ടാക്കുക, അതാണ് സത്സംഗം ക്ലാസ്സുകളല്ല. അതുകൊണ്ട് അനീഷ് അയച്ചപ്പോൾ തന്നെ ഞാൻ ചോദിച്ചിട്ടുള്ളത് സത്സംഗം അല്ലേ, കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, നമുക്ക് ഡിസ്കസ് ചെയ്യാം, സബ്ജക്റ്റ് ഇല്ലല്ലോ എന്ന് പറയാ ചെയ്തു. അപ്പോൾ ഞാൻ ഇപ്പൊ കൃത്യം 1 മണിക്കൂർ, ഇപ്പൊ 1 മണിക്കൂറായി, 59 മിനിറ്റ് 59 സെക്കൻഡായി. ഓക്കെ, അപ്പോൾ നന്ദി, നമസ്കാരം. ഞാനിപ്പം നിങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് വേണമെങ്കിൽ ചോദ്യങ്ങൾ ഉണ്ടാവട്ടെ എന്നാണ് പ്രാർത്ഥന. അപ്പോൾ അതിന് ഉത്തരങ്ങൾ പറയാം. പോരെ? വളരെ നന്ദി ശശികുമാർ. അല്ലാതെ എനിക്ക് എന്താണ് സാറിനെ വിളിക്കുന്നത് പറഞ്ഞതുകൊണ്ട് എന്ത് അതിനു വേണ്ടി അവിടെ അതിന് കൃത്യമായ ശ്രീമാൻ ആണോ സാർ ശരിക്കും സാറിന്? ഞാൻ എന്നെ ഡോക്ടർ TPS തന്നെയാണ് വിളിക്കാറ്. അങ്ങനെയാണ്, കാരണം അതാകുമ്പോ ആ പേരെവിടെ ഉണ്ടാവും. ഡോക്ടർ TPS എന്ന് പറയുമ്പോൾ പേര് ഓർക്കാൻ എളുപ്പമാണ്. അല്ലെങ്കിൽ ഇപ്പൊ ഏതൊരു വയസ്സൻ താടിയുള്ള ധരിച്ച ഒരാൾ കണ്ടു പറഞ്ഞു എന്ന് മാത്രമേ പറയൂ. നമ്മളെ പല സ്കൂൾസിലും പോകുമ്പോൾ പ്രിൻസിപ്പളുടെ പേരെന്താ വെച്ചാൽ അത് പ്രിൻസിപ്പള്, പേരെന്താന്ന് വെച്ചാൽ ആർക്കും അറിയില്ല. അപ്പൊ നമ്മുടെ ആ ഒരു, നമ്മളിപ്പോ സ്വാമി വിവേകാനന്ദനെ സാറെന്ന് വിളിക്കാറില്ല, ഇപ്പൊ ടാഗോറിനെയും സാറെന്ന് വിളിക്കാറില്ല, സാർ ടൈറ്റിൽ കിട്ടിയിട്ട് പോലും. ആകെ ഉണ്ടായിരുന്നത് CV രാമനെയും ന്യൂട്ടനെയൊക്കെയാണ്. സർ ഐസക് ന്യൂട്ടൺ, സർ CV രാമൻ എന്നൊക്കെയാണ്. പക്ഷെ ആ സാറ് പേരിന്റെ അവസാനം ഇട്ട് കഴിഞ്ഞാൽ വിലയിലാണ്, പേരിന്റെ മുമ്പിൽ ഇടുമ്പോഴാണ് അതിന് വില. അങ്ങനെയാണ് ബ്രിട്ടീഷുകാർ കൊടുത്തിരുന്നത്, അവർ തന്നെ അത് നിർത്തി. ഇപ്പൊ അപ്പൊ നമ്മുടെ വിശിഷ്ടാതിഥി ഇപ്പൊ സംസാരിച്ചിരിക്കുന്ന ഓരോ കാര്യങ്ങളും വളരെ അർത്ഥഗർഭമായിട്ടുള്ള കാര്യങ്ങളാണ് സർ ഡോക്ടർ TPS ഇവിടെ അവതരിപ്പിച്ചത്. അപ്പോ ഇദ്ദേഹം പറഞ്ഞ കാര്യങ്ങളുമായിട്ട് ശ്രീരാമകൃഷ്ണ പരമഹംസറിൽ തുടങ്ങി ഇത്രമാത്രം ലൈറ്റ് ആയിട്ടുള്ള, എത്രമാത്രം ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള ഒരു വ്യക്തിത്വമെന്നോ പ്രതിഭാസമെന്നോ എന്ത് വേണമെങ്കിലും നമുക്ക് രാമകൃഷ്ണ പരമഹംസദേവനെ കുറിച്ച് പറയാം. അമ്മയെ പരാമർശിച്ചു, സ്വാമിജിയിലാണ് കൂടുതൽ സാറ് കോൺസെൻട്രേറ്റ് ചെയ്തത്. കാര്യം ഇവരിൽ സാർ പറഞ്ഞത് തന്നെയാണ് അതിന്റെ അർത്ഥം. കാര്യം